എല്ലാവർക്കും ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്, എൻ്റെ വണ്ടി ഇടിക്കില്ല എന്നുള്ളത്. അത് ഇടിക്കുന്നവരേ ഉള്ളൂ. ഇടിക്കുക അല്ലെങ്കിൽ തട്ട് ചെയ്താൽ ആ കോൺഫിഡൻസോടെ പോവും. കാരണം ആരും അഗ്രഗണ്യന്മാരല്ല, പിന്നെ നമ്മൾ തന്നെ വേണമെന്നില്ല ഇടിക്കാനായിട്ട്, തിരിച്ചു വന്ന് ഇടിക്കാലോ. അവിടെ കുറേ ആളുകൾ അങ്ങനെ ഉണ്ട്. ഒരുപാട് എന്താ പറയുക, പൈസ മേടിച്ചു എന്ന് പറയാതെ പ്രൊമോഷൻ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ വാക്ക് കേട്ടിട്ട് ഒരു ഓൾട്ടോ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോയിട്ട് ചിലപ്പോൾ ഒരു വേറെ ഏതെങ്കിലും വണ്ടി മേടിക്കും. ഞാൻ ബ്രാൻഡ് പറയുന്നില്ല. വണ്ടി ഭ്രാന്തനല്ല, വണ്ടി ഭ്രാന്തനാണ്. കൊളോക്കിയൽ ലാംഗ്വേജ് ആണ് വണ്ടി ഭ്രാന്തനാണ്. നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് മണി ഉണ്ട്, കുറച്ച് കാശുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂസ്ഡ് കാറാണ് വർത്ത്. കയ്യിൽ കാശില്ല, ലോണാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പുതിയ കാറാണ് നല്ലത്. മോഡിഫിക്കേഷൻസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മുടെ നാട് വളർന്നിട്ടില്ല എന്ന് പറയാനുള്ളത്. അതായത് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റി അറിയാൻ പാടില്ല. ഞാൻ 68,000 രൂപ 69,000 രൂപയ്ക്കാണ് ബജാജ് പൾസർ മേടിക്കുന്നത്. അത് EMI അടച്ച് തീർന്നിട്ട് ആ വണ്ടി വിറ്റിട്ട് 50,000 രൂപയ്ക്കാണ് മാരുതി 800 മേടിക്കുന്നത്. അന്ന് എനിക്ക് അതേ അഫോർഡ് ചെയ്യാൻ പറ്റി വരുന്നുള്ളൂ. ഞാൻ അടക്കമുള്ള എല്ലാ യൂട്യൂബേഴ്സിനും ബ്ലോഗേഴ്സിനും ഇഗ്നോർ ചെയ്യുക ഫസ്റ്റ്. ഓക്കെ, നിങ്ങൾ ഇൻഫർമേഷന് വേണ്ടി വീഡിയോ കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഗണേഷ് കുമാർ സാറൊക്കെ മന്ത്രിയായിട്ട് ഇരിക്കുമ്പോഴും പുള്ളി എന്തൂസിയാസ്റ്റ് ആയിട്ട് പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. അത് ഒരു വലിയ ഒരു കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭക്ഷിക്കുന്നതും കുടിക്കുന്നതും എല്ലാം വണ്ടിയായതുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞ പോലെ പോളിടെക്നിക്കിൽ പോയിട്ടില്ലെങ്കിലും കാര്യങ്ങൾ അറിയാൻ പറ്റും. സ്ത്രീകൾ നന്നായിട്ട് വണ്ടി ഓടിക്കും. എനിക്ക് പേഴ്സണലി ഒരുപാട് പേര് അറിയാം നന്നായിട്ട് വണ്ടി ഓടിക്കുന്നത്. എൻ്റെ വൈഫ് നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. ഈ വണ്ടി ഓടിക്കുന്ന അത് ആളുടെ മൈൻഡ് സെറ്റാണ് എപ്പോഴും. അതായത് എന്തോ സ്ത്രീകളോട് ഒത്തിരി താഴ്ന്ന ആളുകളാണെന്നുള്ളൊരു പെരുമാറ്റം നമ്മുടെ നാട്ടിലുണ്ട്. അത് മറച്ചേക്കേണ്ട കാര്യമൊന്നുമില്ല, ഉറപ്പായിട്ടുള്ളതാണ്. ആ ഡിസ്ക്രിമിനേഷൻ നമുക്ക് പലയിടത്തും കാണാൻ പറ്റും. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. Yes! Oxygen year-end sale. ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. ഹലോ ആൻഡ് വെൽക്കം ടു മൂവ്വെൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു വണ്ടി ഭ്രാന്തനാണ്, രാകേഷ് നാരായൺ. വെൽക്കം. താങ്ക് യു. വണ്ടി ഭ്രാന്തനല്ല, വണ്ടി ഭ്രാന്തനാണ്. കൊളോക്കിയൽ ലാംഗ്വേജ് ആണ്. വണ്ടി ഭ്രാന്തനാണ്, ഭ്രാന്തനല്ല. ഭ്രാന്ത് എന്ന് പറയാം, ഭ്രാന്ത് എന്ന് പറയില്ല. പല ആളുകൾ തിരുത്താറുണ്ട് ഇങ്ങനെ, നിങ്ങൾ എന്താണ് ഭ്രാന്തൻ എന്ന് പറയുന്നത്, ഭ്രാന്തൻ എന്ന് പറഞ്ഞത് അതല്ലേ കറക്റ്റ് മലയാളം. അപ്പൊ നമ്മൾ മലയാളമല്ല, കൊളോക്കിയലായിട്ട് നമ്മൾ ഭ്രാന്തൻ എന്നാണ് പറയുന്നത്. ഭ്രാന്തൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കുറെ പേരോട് പറയാൻ ഉണ്ടായിരുന്ന ഒരു സംഭവം കൂടിയായിരുന്നു. അതെ അതെ, ഉറപ്പായിട്ടും. ഭ്രാന്താണല്ലോ, അതായത് ഉന്മാദാവസ്ഥ. അപ്പം ആ ഒരു സ്ഫുടതയൊന്നും അപ്പൊ അതിന് വേണ്ട, അതിന്റെ ആവശ്യമില്ല. നമ്മള് കൊളോക്കിയലായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നാട്ടുപുറത്തെ ഭാഷയാണ് സാധാരണ ഭാഷ. ഒരു വണ്ടിപ്രാന്ത്. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു വണ്ടിപ്രാന്തനാണ്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കാറിനോടും ബൈക്കിനോടും എല്ലാം ഇത്രയും ഒരു ലവ്, ഈ ഒരു ഭ്രാന്ത്, ഇത് എങ്ങനെ തുടങ്ങിയതാ ശരിക്കും പറഞ്ഞാല്? അത് ശരിക്കും ഒരു തുടക്കത്തിന് ആവശ്യമില്ല. സാധാരണ കൊച്ചു കുട്ടികൾക്കാണെങ്കിലും വണ്ടിയാണ് ഏറ്റവും കണ്ടു കഴിഞ്ഞ ഇഷ്ടം എന്ന് പറയാം. അത് വളർന്നു വരുമ്പോൾ ചില ആളുകൾക്ക് വീണു പോകാറുണ്ട്. പക്ഷെ നമുക്കത് അങ്ങനെ വളർന്നു വന്നു എന്ന് പറയാം. എനിക്ക് തോന്നുന്നു വണ്ടിയോടുള്ള ഇഷ്ടം അത് അങ്ങനെ നിൽക്കണം അന്ന് മുതൽ ഇന്ന് വരെ, ചെറുപ്പം മുതൽ ഈ പ്രായം വരെ. ആള് വലുതാവും തോറും വന്നിട്ടില്ല, ആ ഒരു ഭ്രാന്തും കൂടിക്കൊണ്ടിരിക്കുന്നു, ചികിത്സിക്കാൻ പറ്റാത്തതും. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ കുഞ്ഞിലെയൊക്കെ ഈ പറഞ്ഞ പോലെ ഉത്സവത്തിന് പോകുമ്പോഴാണെങ്കിൽ പോലും കാറ് പറയുന്ന പോലെ ഇങ്ങനത്തെ ഐറ്റംസ് കണ്ടു കഴിഞ്ഞാല്, ഞങ്ങൾ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന 80s പിള്ളേരാണ്. അപ്പൊ നമുക്ക് കാറുകൾ കാണാൻ, കളിപ്പാട്ടങ്ങളാണ് കൂടുതൽ കാണാൻ. ശരിക്കുള്ള കാറുകൾ കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് വാനൊക്കെയാണ്, മറ്റോർ വാനും മഹേന്ദ്ര ജീപ്പൊക്കെയാണ്, കാറുകളല്ല. അപ്പൊ അവിടുന്ന് ഒരു ചെറിയ കളിപ്പാട്ടം കിട്ടിയാലും അതിനോട് താലോചിച്ച് എടുത്തു വെക്കുക എന്നുള്ളതും, കാറുകളിലും അല്ലെങ്കിൽ വണ്ടികളും മേടിക്കാൻ വേണ്ടി വാശി പിടിക്കാനുള്ളതൊക്കെ അതൊക്കെ സാധാരണ എല്ലാ പിള്ളേരും പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവസരങ്ങൾ കുറവായിരുന്നു. വളരെ കുറച്ച് കളിപ്പാട്ടങ്ങളെ നമ്മളന്ന് കിട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ കളിച്ചിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഹോട്ട് വീൽ കളക്ഷൻ ഒക്കെ ഉണ്ടോ? ഇല്ല, എനിക്ക് മിനിയേച്ചർ ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്നല്ല പറയാം, അത് ഇഷ്ടമല്ലെന്ന വാക്ക് തെറ്റാണ്. മിനിയേച്ചറിനോട് അത്ര വലിയൊരു പ്രാന്തില്ല. ശരിക്കും വണ്ടിയാണ് ഇഷ്ടം. കുഞ്ഞിനോടൊന്നും ഒരു 5-6 കമ്പ്യൂട്ടറിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്, അത് കാണാൻ വേണ്ടിട്ട്. അല്ലാണ്ട് കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഹോട്ട് വീൽസ് വണ്ടിയാണ് ഒരു ജീവനുള്ള അല്ലെങ്കിൽ സഞ്ചരിക്കാൻ പറ്റുന്ന, ഓടിക്കാൻ പറ്റുന്ന വണ്ടി വേണം, അല്ലാണ്ട് കളിപ്പാട്ടമല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഫസ്റ്റ് വണ്ടി അത് ഏതായിരുന്നു? അതെല്ലാ ഇന്ത്യക്കാരും പോലെ India 800 ആയിരുന്നു, മാരുതി 800 ആയിരുന്നു. അത് ഞാൻ മേടിക്കുന്നത് എനിക്ക് തോന്നുന്നു 2009-2008 ആ കാലഘട്ടത്തിലാണ്. ഒരു യൂസ്ഡ് വണ്ടി. അത് ആദ്യം ഒരു ബൈക്ക് മേടിച്ചു, ഒരു ബജാജ് പൾസർ മേടിച്ചു. ആ വണ്ടി കയ്യിൽ നിൽക്കുമ്പോൾ ഒരു വർഷത്തെ അയക്കുന്നതിന് മുന്നേ വിറ്റിട്ടാണ് ഞാൻ കാർ മേടിക്കുന്നത്. അപ്പൊ അന്ന് ആ വണ്ടിയാണ് ആദ്യം മേടിക്കുക. അപ്പൊ ഞാൻ ഫസ്റ്റ് പൾസർ എന്ന് പറയും, പിന്നെ
മാരുതി 800 മേടിച്ചു എന്ന് പറയാം, അങ്ങനെയാണ് പറയാൻ പറ്റുക. അതെ, അതെ. ഫസ്റ്റ് കാർ പറയുകയാണെങ്കിൽ മാരുതി അതെ, 800. ഉറപ്പായിട്ടും പറയാം. അത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഈ അഫോർഡബിലിറ്റി കൊണ്ട് വാങ്ങിയതാണോ അതോ ഇഷ്ടം കൊണ്ട് വാങ്ങിയതാണോ, എങ്ങനെ അതിൽ ഏത് രീതിയിൽ അതും പറയാൻ പറ്റും? ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റി അറിയാൻ പാടില്ല. ഞാൻ 68,000 രൂപ 69,000 രൂപയ്ക്കാണ് ബജാജ് പൾസർ മേടിക്കുന്നത്, പുതിയ വണ്ടി. അത് EMI അടച്ച് തീർന്നിട്ട് ആ വണ്ടി വിറ്റിട്ട് 50,000 രൂപയ്ക്കാണ് മാരുതി 800 മേടിക്കുന്നത്. അന്ന് എനിക്ക് അതേ അഫോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ആ ബൈക്ക് കൊടുത്ത് കിട്ടുന്ന ഒരു കാറ്, ആ കാറ് ഞാൻ മേടിച്ചു. അന്ന് ജോലിയൊന്നും തുടങ്ങിയിട്ടില്ല, ശരിക്കും ജോലിക്ക് തുടങ്ങുന്നേ ഉള്ളൂ ആ സമയത്ത്. പിന്നെ ആ കാർ ഇപ്പോഴും ഉണ്ടോ? ആ കാർ ഇപ്പൊ ഇല്ല, അത് കണ്ടം ചെയ്ത് പോയെന്ന് തോന്നുന്നു. കാരണം ഞാൻ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു, പക്ഷെ അതിന്റെ ഓണർ പറഞ്ഞു അത് കണ്ടം ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു. ആ വണ്ടി ഇല്ല, മരിച്ചുപോയി. അതില്ല. ഇപ്പൊ കറന്റ്ലി യൂസ് ചെയ്തോണ്ടിരിക്കുന്ന കാർ ഏതാ? ഇപ്പൊ യൂസ് ചെയ്യുന്ന മാരുതി ജിംനി ഉണ്ട്, പിന്നെ ഫോർഡിന്റെ ഒരു ഫിഗോ ആസ്പയർ ഉണ്ട്. അത് ഞാൻ പുതിയ കാർ ആദ്യമായിട്ട് മേടിച്ചാണ്. 10 വർഷമാവുന്നു അത് കൊടുത്തിട്ട്, 10ാമത്തെ വർഷമാണ് അത് കൊടുത്തിട്ടില്ല എന്റെ കയ്യിലുണ്ട്. അപ്പൊ 2 വണ്ടികളാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ. അതെ, ഒരു കാറൊക്കെ പറയുകയാണെങ്കിലും ഈ പറയുന്ന പോലെ കംഫർട്ട് അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണോ? കംഫർട്ട് എന്നതിലേക്ക് അതിനേക്കാൾ കൂടുതൽ ഓടിക്കാൻ രസം വേണം. അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും വണ്ടി വിളിച്ചുകൊണ്ടിരിക്കണം, ഓടിക്കാൻ എടുത്തു പോകാൻ നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കണം. അങ്ങനത്തെ വണ്ടികളെ പറ്റുള്ളൂ. അല്ലാണ്ട് സാധാരണ ഒരു വണ്ടി നമ്മൾ അങ്ങനെ എടുത്ത് ഓടിക്കാനും അല്ലെങ്കിൽ അങ്ങനെയല്ല. എല്ലാ വണ്ടി ഓടിക്കും, പക്ഷെ ഇഷ്ടപ്പെട്ട വണ്ടികൾ ഓടിക്കുക എന്നുള്ളതല്ലേ വേണ്ടിയിട്ടുള്ള കാര്യം. അതെ അതെ. അതെങ്ങനെയാ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ എത്തിയത്? അത് കാർ നമ്മളെ ഇങ്ങോട്ട് എടുക്ക് ആ ഒരു സംഭവം? ചില വണ്ടികൾ അങ്ങനെ വിളിക്കും നമ്മളെ. നമുക്ക് എപ്പോഴും ഓടിക്കാനായിട്ടൊരു ഒരു ത്വര വരും, അല്ലെങ്കിൽ ഒരു ആഗ്രഹം തോന്നും, ഒരു ഇഷ്ടം എടുത്ത് ഓടിക്കാൻ. എപ്പോഴും നമുക്ക് ഉറക്കം കളയും, നമ്മുടെ നാളെ രാവിലെ എണിച്ചിട്ട് നേരത്തെ എടുത്ത് ഓടിക്കാൻ നമുക്ക് തോന്നും. അങ്ങനെ ചില വണ്ടികളുണ്ട്. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജിംനിയുടെ കാര്യം പറയാം. ഫോർ എക്സാമ്പിൾ എന്റെ അടുത്തുള്ളത് ഞാൻ ഓഫ് റോഡ് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വണ്ടിയാണ് അത്. അതായത് ഓഫ് റോഡ് പോകാൻ വേണ്ടി മാത്രമാണ് ആ വണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 1.5 വർഷമായിട്ട് അത് ആകെ ഓടിക്കുന്നത് 16 കിലോമീറ്റർ താഴെയാണ്. അത് പൊതുവേ നമ്മൾ റോട്ടിൽ എടുക്കാറില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു യാത്രയ്ക്ക് ഉപയോഗിക്കാറില്ല, ആവശ്യത്തിന് വേണ്ടി മാത്രം. അതും ഒരു ഹാർഡ് കോർ ഓഫ് റോഡ് ഒന്നല്ല, നമ്മുടെ ഇഷ്ടത്തിന്. ഇപ്പൊ നമ്മൾ പോവാണ്, ഒരു പാടത്തൊരു സ്ഥലം കണ്ടു, ആ സ്ഥലത്തേക്ക് ഒന്ന് പോയി അവിടെ പോയി സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനോ പറ്റും. അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നിലയ്ക്കാണ്, അല്ലാണ്ട് ഒരു ഓഫ് റോഡല്ല, ഒരു ലൈഫ് സ്റ്റൈൽ വണ്ടി നിലയ്ക്കാണ് അങ്ങനത്തെ വണ്ടികൾ. അതെ, ആ വണ്ടി നമ്മൾ ഇങ്ങോട്ട് വിളിക്കും. അതെ, നമ്മൾ പറയും 4 ദിവസം നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മൾ രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളോട് പറയും ഇന്ന് എടുത്തിട്ടില്ലല്ലോ ഇതുവരെ എന്ന് പറയാം. നമ്മൾ എടുത്തിട്ട് പോകുന്ന ആ ഒരു സംഭവം. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട് ഒരു പർപ്പസിന് വേണ്ടിയിട്ട് വണ്ടി ഓടിക്കുന്നതിനേക്കാളും കൂടുതൽ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് മാത്രം യാത്ര ചെയ്യുന്ന ആളാണോ? ഞങ്ങൾ അങ്ങനെയാണ് പൊതുവെ. കാരണം ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി ഓടിക്കണം. അതായത് നമ്മളെല്ലാ പുതിയ വണ്ടികളും ഓടിക്കുന്നുണ്ട് ഓൾമോസ്റ്റ്. അതായത് നിരത്തിലിറങ്ങുന്ന വണ്ടികളൊക്കെ ഭാഗ്യവശാൽ ആദ്യം കിട്ടുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ നമ്മളത് ഓടിക്കാൻ വേണ്ടി തന്നെ ഓടിക്കുന്നതാണ്. വണ്ടി എങ്ങനെയുണ്ടെന്ന് അറിയാനും ഇതിന്റെ എന്താണ് അവസ്ഥ എന്ന് അറിയാനും ഒക്കെ ഓടിക്കുന്ന. പക്ഷെ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടി ഓടിക്കാനുള്ള സമയം കുറവാണ്. യാത്ര ചെയ്യാൻ വേണ്ടി നമ്മൾ ഓടിക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം നമ്മൾ പലപ്പോഴും പോകുന്നത് കമ്പനി വണ്ടികളിലോ അല്ലെങ്കിൽ മീഡിയ ഫ്ലീറ്റിലോ ഒക്കെ ആയിരിക്കും. ഇതുപോലുള്ള വണ്ടികൾ ചില ജേർണലിസ്റ്റുകളും അല്ലെങ്കിൽ ചില വ്ളോഗേഴ്സും പറയും വണ്ടി വാങ്ങേണ്ട കാര്യമില്ല, നമുക്ക് ആവശ്യത്തിന് അവരുടെ വണ്ടി എടുത്തു പോകും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഒരു വണ്ടി അല്ലെങ്കിൽ 2 വണ്ടി സ്പെഷ്യൽ വണ്ടികൾ നമുക്ക് വേണം നമ്മുടെ സ്വന്തമായിട്ട്. നമുക്കത് കെയർ ചെയ്ത് കൊണ്ടെടുക്കാനും കഴുകാനും അല്ലെങ്കിൽ എന്താ പറയുക ആ വണ്ടിയോട് കൂടിച്ചേർന്ന് ജീവിക്കാനൊക്കെ പറ്റിയ വണ്ടികൾ വേണം. അങ്ങനെയുള്ള 1-2 വണ്ടികൾ നമ്മുടെ അടുത്തുണ്ട് എന്നുള്ളതാണ്. ഇത്രയും നാള് ഓടിച്ചു നോക്കിയതിൽ വെച്ചിട്ട് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു 5 വെഹിക്കിൾ പറയാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും, വണ്ടികൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ അന്ന് 1986 മോഡൽ 800 ഞാൻ മേടിച്ചെന്ന് പറഞ്ഞില്ലേ, ആ വണ്ടി മേടിച്ചിട്ട് അത് ഓടിക്കുമ്പോൾ അതായിരുന്നു അൾട്ടിമേറ്റ്. പിന്നെ അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം വണ്ടിയുടെ വളർച്ച എന്ന് പറയുന്നത്. അപ്പൊ അന്ന് ഓടിച്ച് ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഇന്നലെ ഈ വിറ്റാര ഓടിച്ച് തന്നിരിക്കണം. അപ്പൊ അത്രയും വണ്ടികൾ ഓടിക്കുന്നുണ്ട് നമ്മൾ. അപ്പൊ ഈ വണ്ടികൾ ഓടിക്കുമ്പോൾ ഒരു നല്ല 4 വണ്ടി എടുക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പറയാനായിട്ട്. കാരണം ഇത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ചിലപ്പോൾ അതിനേക്കാൾ നല്ല വണ്ടി വരും. പക്ഷേ ഞാനൊരു ഓൾഡ് സ്കൂൾ ആളാണ്. എനിക്ക് ഒരു മാനുവൽ ഒരു പെട്രോൾ നല്ലൊരു വണ്ടി കിട്ടിയാൽ ഓടിക്കാൻ ഇഷ്ടമാണ്. പർട്ടിക്കുലർ മോഡലൊന്നുമില്ല, ഒത്തിരി പവർഫുൾ ആയി ഒരു നല്ല ഹാൻഡിലിംഗ് ഒരു വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു കാർ അങ്ങനെ എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ട് എനിക്ക്. പക്ഷെ ആഗ്രഹമുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഓടിക്കാനും അല്ലെങ്കിൽ എപ്പോഴും വാങ്ങണം എന്നൊക്കെ സ്വപ്നമുള്ള വണ്ടിയൊക്കെ ഉണ്ട്. സാധാരണ എല്ലാവരും പറഞ്ഞ പോലെ പോർഷൻ 911 എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അതൊക്കെ കയ്യെത്തി പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള വണ്ടി ആയതുകൊണ്ടും ഇങ്ങനെ വേണമെങ്കിൽ ക്യാമറ മുമ്പിൽ നിന്ന് തള്ളാൻ മാത്രം പറ്റുന്ന കാര്യമാണ്. അല്ലാതെ അതൊരിക്കലും പെട്ടെന്ന് വാങ്ങാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനൊന്നും പറ്റില്ല. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ നമുക്കും പറയാം ഇഷ്ടമാണ്, അത് വേണം നമുക്ക് പറയാം. കാർ ഓർ ബൈക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറെന്നേ ഉള്ളൂ. ഒബ്വിയസ്ലി ബൈക്ക് ഓടിക്കാറുണ്ട്, പക്ഷെ കാറാണ് കൂടുതൽ. എന്തുകൊണ്ട്? സേഫ്റ്റി ഇഷ്യൂസ്? സേഫ്റ്റി അങ്ങനെയല്ല, അത് അന്ന് മുതൽ ഇന്ന് വരെ കാറിനോടാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞില്ലേ, പുതിയ വണ്ടി വാങ്ങിയിട്ട് അത് വിറ്റിട്ട് പഴയ ഒരു കാർ വാങ്ങണമെങ്കിൽ മനസ്സിലായില്ല കാര്യങ്ങൾ. ബൈക്കിനോടായിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ ആ ബൈക്ക് കൊണ്ടുവരുന്നില്ല കുറച്ചാലും കൂടി. മനസ്സിലായി, കാറിനോടാണ് ആ ഒരു ഇഷ്ടം കൂടുതൽ എപ്പോഴും. കാറെന്നല്ല, കാർ ഓടിക്കാറുണ്ട്, വലിയ വണ്ടികൾ ഓടിക്കാറുണ്ട്, ഹെവി ലൈസൻസ് ഉണ്ട്, ട്രക്കുകൾ ഓടിക്കാറുണ്ട്, എല്ലാം ഓടിക്കാറുണ്ട്. പക്ഷെ കാറുകളാണ് കൂടുതൽ ഇഷ്ടം. ആ ഒരു ഭയങ്കര സ്നേഹം ഇഷ്ടം. അതെ, ഒരുപാട് കാറുകൾ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും ലൈഫിൽ ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്തൊരു കാർ ഉണ്ടാവുമല്ലോ, ആ ഒരു ഫീല് അതെന്തായിരിക്കും?
അത് കാറല്ല, അത് ഒരു വാനായിരുന്നു, ഒരു മറ്റഡോർ വാനാണ് ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല അതിനെ എങ്ങനെ അത് വിശ്വസിക്കുമോ അതോ വിശ്വസിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. അത് നമ്മുടെ വീട്, അതായത് അമ്മയുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ചെറുപ്പം, ലൈസൻസ് കിട്ടുന്ന പ്രായമൊന്നുമല്ല, 10-13 വയസ്സാണ്. ബോബി ജമ്മിനോട് തള്ളുന്ന പോലെ അല്ല ഉള്ളതാണേ. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലാണ് പാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ ബൈക്ക് ഉണ്ട്, അത് പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഈ വണ്ടി മാറ്റിയിടണമായിരുന്നു. അപ്പൊ അന്ന് ഒരു അത്യാവശ്യം വന്നപ്പോൾ എടുക്കാൻ ആളില്ല, ഇല്ല. അപ്പൊ ഞാൻ സ്വയം കയറി ഇരുന്ന് എടുത്ത് മാറ്റിയിടുന്നതായിട്ട്, അതാണ് ആദ്യത്തെ ഒരു. ഒന്നും ഓടിച്ചിട്ടില്ല, ആദ്യമായിട്ട് വണ്ടി എടുത്ത് മാറ്റിയിടുന്നതായിട്ട്. വണ്ടിയെ കുറിച്ച് അറിയാം, അല്ല വണ്ടി ആളുകളുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ടായിട്ടുണ്ട്. ഒരുപാട് ദൂരമൊന്നുമില്ല, ഒരു 5 മീറ്റർ അല്ലെങ്കിൽ ഒരു 6 മീറ്റർ അത്രേ ഉള്ളൂ. പക്ഷെ അതാണ് ആദ്യത്തെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. അതെ, എപ്പൊ ചോദിച്ചാലും അത് പറയാനായിട്ട് കാരണമുള്ളത് കൊണ്ട്, മീൻസ് ആ ഒരു കാരണം ചിലപ്പോൾ ആ ഒരു ഫീൽ ഇപ്പോഴും മൈൻഡിൽ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അതെടുത്ത് മാറ്റി. ഈ ഫീൽ എന്ന് പറയുമ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ അവരെ കളിയാക്കി, ഇത് തവണയാണ് പറയുന്നത് അന്ന് തന്നെ. അന്ന് മുതലേ നാട്ടിൽ അവർ പറയും തള്ളുന്നതാണെന്ന് പറയും. പക്ഷെ ഇത് ഉണ്ടായിട്ടുള്ള കാര്യമാണ്, ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അപ്പം അങ്ങനെ എടുക്കാനായിട്ട് മീൻസ് ഓടിച്ച് പരിചയം, ഈ തള്ളാണെന്ന് പലരും പറയുന്നത് മേ ബി ഓടിച്ച് പരിചയമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ അത് മാറ്റാൻ പറ്റും ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ. ഡേഞ്ചറസ് ആണ്, ഇല്ലീഗൽ ആണ്, ഇമ്പോസിബിൾ ആണ് നിയർലി. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള് ഈ ഭക്ഷിക്കുന്നതും കുടിക്കുന്നതും എല്ലാം വണ്ടിയായതുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞ പോലെ പോളിടെക്നിക്കിൽ പോയിട്ടില്ലെങ്കിലും കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്താൽ നീങ്ങുമെന്ന് അറിയാം. ഓക്കെ, സ്റ്റിയറിംഗ് ബാലൻസ് മാത്രമായിരിക്കും അവിടെ ലാക്ക് ചെയ്യുന്നത്. പക്ഷെ അത് വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ഓക്കെ, അത് പറ്റും, ആർക്കും കൊണ്ടും പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈസിയാണ്, ഉറപ്പായിട്ടും. പക്ഷെ ചെയ്യരുത്, അത് റിസ്ക് ആണ്. ഈ പറഞ്ഞ പോലെ കാർ ബൈക്ക് അഡ്വൈസർ, ആ ഒരു ഭയമാണല്ലോ നമ്മൾ ഇൻസ്റ്റയിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് മെയിൻലി ആ ഒരു ജോബ്, എന്താ സംഭവം? ഞാൻ ശരിക്കും ചെയ്യുന്നത് വണ്ടി വാങ്ങാനായിട്ട് ആളുകളെ സഹായിക്കാനുള്ളതാണ്, വീഡിയോയിലൂടെ. അതല്ലെങ്കിൽ മുമ്പ് ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് അല്ലാണ്ട് നമ്മളെ വിളിച്ച് സംസാരിക്കുന്ന ആളുകൾക്ക് കൺസൾട്ട് ചെയ്യാറുണ്ട്. ശരിക്കും ഒരു പുതിയ വണ്ടി വരുമ്പോൾ എത്രയോ വണ്ടികൾ വരുന്നുണ്ട്. ഏത് വണ്ടി വാങ്ങണം എന്നുള്ളത് ആളുകൾക്ക് സംശയമായിരിക്കും. ഇപ്പൊ വണ്ടികൾ എനിക്ക് തോന്നുന്നു വിരലെണ്ണാൻ കഴിയാത്ത അത്രയും വണ്ടികളുണ്ട്. ഒരാളൊരു വണ്ടി വാങ്ങുമ്പോൾ അയാളുടെ പ്രൈസ് റേഞ്ചിൽ തന്നെ അതിനേക്കാൾ കൂടുതൽ വണ്ടികളുണ്ട്. അപ്പോൾ ആ ആൾക്ക് ചേരുന്ന ഒരു വണ്ടി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, അതിന് ഇത് കൊള്ളില്ല എന്നുള്ളത് കൊള്ളില്ല എന്ന് പറയാം. അങ്ങനെ പറഞ്ഞ് ആളുകളെ അവബോധം കൊടുത്ത് വണ്ടി മേടിപ്പിക്കാൻ പറ്റുമോ നോക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായി, അതാണ് നമ്മുടെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ പുതിയതായിട്ടൊരു കാർ എടുക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും മെയിൻലി ബഡ്ജറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണല്ലോ. അപ്പോൾ ബെസ്റ്റ് ബഡ്ജറ്റ് കാർസ് ഒരു 10 lakhs വരുന്ന രീതിയിലുള്ള ഒരു ബെസ്റ്റ്, അത്യാവശ്യം നല്ലപോലെ മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് കാർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതായിരിക്കും? അതിനൊരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചു കാലം മുന്നേ വരെ ഹാച്ച് ബാക്കുകളായിരുന്നു ആളുകൾക്ക് വാങ്ങാൻ ഇഷ്ടമുണ്ടായിരുന്നു. ഒരു സമയത്ത് ഓൾട്ടോ, വാഗണാർ അങ്ങനെയുള്ള വണ്ടികളുടെ ഒരു സെയിൽസ് ആയിട്ട് നോക്കുമ്പോൾ ആദ്യ 5-6 ലിസ്റ്റിലൊക്കെ കണ്ടിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ മാറി. ഇപ്പൊ ആളുകളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മാറിയതാണോ, ലോണുകളുടെ അവൈലബിലിറ്റി ഈസി ആയതാണോ, എനിക്ക് അങ്ങനെ പറയുമ്പോൾ അതല്ല. എന്നാലും ഒരു കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്. ഒരു വാഗണർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾ ഓക്കെ എന്നാ വേണ്ട, ഒരു വെന്യൂ മേടിക്കാം, അല്ലെങ്കിൽ ഒരു സോണറ്റ് മേടിക്കാം എന്നുള്ള ഒരു മൈൻഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ 10 ലക്ഷം എന്നുള്ളത് ഒരു ബോർഡർ ലൈൻ അല്ല. ഇപ്പൊ ആളുകൾ വാങ്ങുന്നത് 10 ലക്ഷത്തിന്റെ 13 ലക്ഷത്തിന്റെ 14 ലക്ഷത്തിന്റെ ഉള്ളിലാണ്. വണ്ടികൾ പ്രൈസും കൂടിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വാങ്ങാൻ പറ്റിയ വണ്ടികൾ, ആ ഒരു റേഞ്ചിൽ നോക്കുന്ന വണ്ടികൾ, ആളുകൾ വാങ്ങുന്ന വണ്ടികൾ, ഞാൻ പറയുന്നത് കൂടുതൽ വാങ്ങുന്ന വണ്ടികൾ, ഒന്ന് ഫ്രോങ്സ് ആളുകൾക്ക് ഇഷ്ടമുള്ള വണ്ടിയാണ്, ഒത്തിരി വലുപ്പം കൂടിയ വണ്ടിയാണ്. അതുപോലെ കിയ സോണറ്റ് വാങ്ങുന്ന ആളുകളുണ്ട്. ഇപ്പോൾ മഹീന്ദ്ര 3X ഒക്കെ ഹിറ്റാവാൻ കാരണം ഈ ഒരു സൈസിന്റെ ഒരു ഗുണം തന്നെയാണ്. അത് വലിയ വലുപ്പവും അതുപോലുള്ള ആളുകളെ ആകർഷിക്കുന്നതും. ഇപ്പോൾ പവറും അല്ലെങ്കിൽ ടോർക്കൊന്നും അല്ലാതെ നോക്കുന്നത് പണ്ട് മൈലേജ് ആയിരുന്നു. ഇപ്പൊ അതിനൊരു കുറവ് വന്നിട്ടുണ്ട്. ഇപ്പൊ മൈലേജിനോട് വലിയ ഒരു ആവശ്യമില്ല. ഓക്കെ, ഒരു 10-12 കിട്ടിയാലും മതി, വണ്ടി കാണാൻ ഒരിത്തിരി പോഷ് വേണം അല്ലെങ്കിൽ ഒരു വലുപ്പം വേണം എന്നുള്ള മൈൻഡിലേക്ക് ആൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോമ്പാക്ട് എസ് യു വികളാണ് കൂടുതൽ ആളുകൾ മേടിക്കുന്നത്, ചെറിയ കാറുകളല്ല. ആ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കഴിയുമ്പോൾ അത് വീണ്ടും മാറും. ഇനി അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോകും, പ്രീമിയം കാറിലേക്കും ആളുകൾ കാശുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ആളുകൾ വാങ്ങുന്ന അതിന്റെ ഒരു പാറ്റേണും കുറെ കൂടെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അതുകൊണ്ടായിരിക്കും അല്ലെ നമ്മുടെ നാട്ടിലും ഇപ്പൊ നമ്മൾ ഇപ്പൊ കൊച്ചിയിലോട്ടൊക്കെ ഇറങ്ങിയാലും ഇവിടെ ഇല്ലാത്ത കാർസ് ഒന്നുമില്ല, എല്ലാ കാർസും കാണും. ഇപ്പൊ നിങ്ങൾ നോട്ടീസ് ഒന്നും അറിയാൻ പാടില്ല. മുന്നേ നമ്മൾ ഓൾട്ടോയും വാഗണാറും കണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പൊ കാണുന്നതെല്ലാം കുറച്ചുകൂടി വലിയ വണ്ടികളാണ് കൂടുതലും. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാലും എല്ലാവരും വാങ്ങുന്ന വണ്ടികളെല്ലാം കൂടിയ വണ്ടികളാണ്. കൂടിയ പറയുമ്പോൾ വലിയ കൂടിയല്ല, വലിപ്പ കൂടിയ വണ്ടികളാണ്. ഇപ്പോൾ നമ്മൾ കാസിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പം മോഡിഫിക്കേഷൻസ് നമ്മുടെ പുറത്ത് കാസൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾക്കും ഒരുപാട് മോഡിഫിക്കേഷൻസ് ചെയ്യാനും ഒക്കെ താല്പര്യം ഉണ്ടായിരിക്കുമല്ലോ. ശരിക്കും പറഞ്ഞാൽ മോഡിഫിക്കേഷൻസിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? നമ്മുടെ നാട് വളർന്നിട്ടില്ല എന്ന് പറയാനുള്ളത്. അതായത് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഫോർ എക്സാമ്പിൾ അമേരിക്ക അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ കൺട്രികൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് അപ്പ് ബിൽഡ് ചെയ്ത് വണ്ടി ഉണ്ടാക്കാനും അതുകൊണ്ട് സർട്ടിഫൈ ചെയ്ത് ഓടിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ബോഡി ഇല്ല, ഇവിടെ അങ്ങനെ ഒരു ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇവിടെ പാർട്സും കാര്യങ്ങളും നമുക്ക് വാങ്ങാൻ മാത്രം
പറ്റുള്ളൂ. അതായത് സെയിൽസ് ഉണ്ട്, പക്ഷെ അത് വാങ്ങി നമ്മൾ ഫിറ്റ് നമ്മൾ ചെയ്യുന്നത് ഇല്ലീഗലായി. ഇല്ലീഗലാണ്. അപ്പൊ അത് സെയിൽ എങ്ങനെ പറ്റുന്നത്? സെയിൽ മോട്ടോർ വാഹന വകുപ്പല്ലോ ചെയ്യുന്നത്, അത് കേരളത്തിൽ വേറൊരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. സെയിൽ ആവാം, കുഴപ്പമില്ല. പക്ഷെ വാങ്ങി ഇപ്പൊ സിഗരറ്റും ബീഡിയും ഒക്കെ അങ്ങനെ തന്നെയാണ്, വാങ്ങി ഉപയോഗിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. വിൽക്കുന്നുണ്ടല്ലോ അവര്. ഈവൻ മദ്യപാനം അനുവദന കാര്യമാണ് പറയുന്നത്, പക്ഷെ മദ്യം വാങ്ങുന്നുണ്ട്. ഓക്കെ, അതുപോലെ വാങ്ങാൻ പറ്റും. പക്ഷെ നമുക്കൊരു ബോഡി ഇല്ല, ഒരു ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഞാൻ പറയുന്നത് ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്, മോഡിഫിക്കേഷൻ വാക്കേ വേണ്ട, നമുക്ക് ഇഷ്ടം പോലെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുക. അതല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്ത് റോഡ് വർത്തി ആണോ എന്ന് നോക്കാണ്ട് ഒരു ബോഡി ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഏജൻസി ഉണ്ടാവുക. അവർ ആ പേപ്പറിൽ ഇത് മോഡിഫൈ ചെയ്ത വണ്ടിയാണ്, റോഡ് ലീഗലാണെന്ന് എഴുതി കൊടുക്കാൻ പറ്റുക. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത് എല്ലാ വാഹന പ്രേമികളെയും പോലെ വണ്ടി പ്രാന്തന്മാരെയും പോലെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ മന്ത്രി ഇപ്പൊ ഗണേഷ് കുമാർ സാറൊക്കെ മന്ത്രിയായിട്ടിരിക്കുമ്പോഴും പുള്ളിയുടെ എന്തൂസിയാസ്റ്റ് ആയിട്ട് പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. അത് ഒരു വലിയ ഒരു കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, കേരളത്തിലല്ല ഇന്ത്യയിൽ മൊത്തത്തില്. എന്തെങ്കിലും മാറ്റങ്ങൾ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ടോ, പോസിബിലിറ്റീസ് ഉണ്ടോ? ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആളുകൾ മന്ത്രിയായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് വണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മന്ത്രിയായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഉയർന്ന പൊസിഷനിൽ എത്തുമ്പോൾ ഇതിൽ മാറ്റങ്ങൾ വരും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. കാരണം അങ്ങനെയുള്ള ഒരു വെളിച്ചമൊന്നും ഞാൻ ടണലിന്റെ അറ്റത്ത് കാണുന്നില്ല. ആ ഒരു നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വണ്ടിയെ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് ആരും മനസ്സിലാക്കുന്നില്ല. അത് ഹാപ്പിനെസ് മാത്രം പറയാൻ പറ്റില്ല. അത് ഒരു വണ്ടി ഒരിത്തിരി പേഴ്സണലൈസ് ചെയ്ത് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ഫീൽ ഉണ്ട്. ഇപ്പൊ നമുക്ക് ചില ആളുകൾക്ക് മനസ്സിലാവൂല, സാധാരണക്കാർക്ക്. ഇപ്പൊ ഒരു അലോയ് വീലിന്റെ ഡിസൈൻ മാറ്റി വേറെ അലോയ് വീൽ ഇട്ടു, അത് കണ്ട ചില ആളുകൾക്ക് മനസ്സിലാവില്ല, എന്തിനു മാറ്റി പോലും മനസ്സിലാവില്ല. പക്ഷെ അതൊരു മനസ്സിന്റെ ഉള്ളൊരു സുഖമുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഒരു ഹെഡ്ലൈറ്റിന്റെ ഉള്ളിലെ ബൾബ്, ഒരു പാർക്ക് ലൈറ്റിന്റെ ബൾബ് മാറ്റിയിട്ട് ഒരു ചെറിയ LED ഇട്ടിട്ട് അതുകൊണ്ട് ആഹ്ലാദിക്കുന്ന ആളുകളുണ്ട്. പുറത്തുനിന്ന് കാണുന്നവർക്ക് ഒന്നുമില്ല, അത് മനസ്സിലാവില്ല എന്താ ചെയ്യുന്നുള്ളത്. അപ്പൊ അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സുകളാണ്. നിയമം സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്, ഒന്നും ചെയ്യാനില്ല. ഇതുപോലെ കാറിന് വേണ്ടിയിട്ട് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമായിരിക്കും, ചിലപ്പോൾ ആരും അധികം ശ്രദ്ധിക്കാത്ത പോകുന്ന കാര്യമായിരിക്കും. ബട്ട് കുറച്ചേറെ പൈസ മുടക്കി കസ്റ്റമൈസ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ ഒരു കാറിന് വേണ്ടിയിട്ട്? എന്റെ വണ്ടികൾ എപ്പോഴും ഞാൻ എന്റെ ഒരു ചെറിയ പേഴ്സണൽ ടച്ച് കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ വാങ്ങിയ വണ്ടി ഫോർഡ് ആസ്പെയർ ആയിരുന്നു ആദ്യം മേടിച്ചത്. അന്ന് അത് ടാക്സി മാർക്കറ്റിൽ സുലഭമായിട്ടുള്ള വണ്ടിയാണ്. അതിന്റെ അലോയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ചെറുതായിട്ട് മാറ്റി, അത് തന്നെ വാങ്ങി കുറച്ച് കൂടിയ വണ്ടിയുടെ മേടിച്ചിട്ട് ഒന്ന് ചെയ്യാറുണ്ടായിട്ട്. പക്ഷെ ഞാൻ ലീഗലായിട്ടൊന്നും ചെയ്യാറില്ല. വെച്ചാൽ എഞ്ചിൻ റീമാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ മോഡിഫൈ ഒന്നും ചെയ്യാറില്ല. കാരണം നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ അവിടുത്തെ നിയമം നമ്മൾ പാലിക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചേക്കാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ സംഭവിക്കുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ചെയ്യാം എന്നുള്ള. അങ്ങനെ ആഗ്രഹിച്ച് വെച്ചേക്കുന്നത് എന്താ? അങ്ങനെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ വണ്ടി ഒരിത്തിരി കൂടി ട്യൂൺ ചെയ്ത് പവർ കൂട്ടുന്ന ആഗ്രഹമുണ്ട്. ഒന്ന് ബ്രേക്കെല്ലാം അപ്ഗ്രേഡ് ചെയ്ത് ഒരിത്തിരി കൂടി ഒരു മസിൽ കാർ പോലെ പവർ കൂട്ടി ഓടിക്കണം ആഗ്രഹമൊക്കെ ഉണ്ട്. അതുപോലെ ജിമ്മിനിക്ക് ഒരു പ്രോപ്പർ ഓഫ് റോഡ് ആയിട്ട് ലിഫ്റ്റ് കിറ്റ് ഒക്കെ വെച്ച് ആ വണ്ടി കാണുമ്പോൾ തന്നെ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും ചെയ്യാൻ പറ്റില്ല. ഇത് ഈ പൈസ എന്ന് പറയുന്നതും ഇതിപ്പോ നമ്മളിപ്പോ ഒരു പക്ഷെ ഭക്ഷണം കഴിച്ചില്ലെന്ന് വരും, ഡ്രസ്സ് മാറ്റില്ലെന്ന് വരും, അല്ലെങ്കിൽ വാങ്ങിയില്ല എന്ന് വരും, ഒരു യാത്ര മാറ്റി വയ്ക്കും, എന്നിട്ട് ആ കാശ് വണ്ടിക്ക് ചെലവാക്കും. അത് വേറൊരു മൈൻഡ് സെറ്റാ. അത് കാശ് ഉണ്ടാവുമല്ല, അത് ഉണ്ടാക്കണല്ലോ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും അതിന്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. ഇപ്പൊ നമ്മൾ യൂഷ്വലി റോഡിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ സ്ത്രീകള് കാർ ഓടിക്കുന്ന സമയത്തൊക്കെ പലരും ഇങ്ങനെ കളിയാക്കാറൊക്കെ ഉണ്ടല്ലോ, സ്ത്രീകൾക്ക് കാർ ഓടിക്കാൻ അറിയത്തില്ല. ശരിക്കും കംപ്ലീറ്റ്ലി മൊത്തത്തിൽ അങ്ങനെ പറയുന്നത് റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്? അല്ല, അത് തെറ്റാണ്. ലേഡീസ് അല്ലെങ്കിൽ സ്ത്രീകൾ നന്നായിട്ട് വണ്ടി ഓടിക്കും. എനിക്ക് പേഴ്സണലി ഒരുപാട് പേര് അറിയാം നന്നായിട്ട് വണ്ടി ഓടിക്കുന്നത്. എന്റെ വൈഫ് നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. ഈ വണ്ടി ഓടിക്കുന്ന അത് ആളുടെ മൈൻഡ് സെറ്റാണ് എപ്പോഴും. അതായത് എന്തോ സ്ത്രീകളോട് ഒത്തിരി താഴ്ന്ന ആളുകളാണെന്നുള്ളൊരു പെരുമാറ്റം നമ്മുടെ നാട്ടിലുണ്ട്. അത് മറച്ചേക്കേണ്ട കാര്യമൊന്നുമില്ല, ഉറപ്പായിട്ടുള്ളതാണ്. ആ ഡിസ്ക്രിമിനേഷൻ നമുക്ക് പലയിടത്തും കാണാൻ പറ്റും. അത് റോഡിലും കാണാനേ ഉള്ളൂ. അത് ചെയ്യേണ്ട കാര്യമല്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ അതിന് മാത്രമൊന്നും ആളുകൾക്ക് വളർച്ചയുണ്ടായിട്ടില്ല മനസ്സിലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു സ്കൂട്ടർ പോകുന്നു അല്ലെങ്കിൽ ഒരു കാർ ഓടിച്ച് പോകുന്നു, മുന്നിൽ പോകുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ഹോൺ അടിച്ച് ഓവർടേക്ക് ചെയ്ത് കയറി പോവുക എന്നുള്ളത് എന്തോ ഒരു വലിയ ഒരു മസ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്ന കുറെ ആളുകളുണ്ട്. തിരിഞ്ഞു നോക്കി ചിലപ്പോൾ ചീത്തയും പറഞ്ഞിട്ട് പോകും. ഒരു കാര്യമില്ല. ഏറ്റവും കൂടുതൽ പറയുന്നതാണല്ലോ സ്ത്രീകൾ വണ്ടി ഓടിക്കുമ്പോൾ തുഴയുന്ന കാര്യം. അതെന്താണെന്നറിയോ, ഇപ്പൊ നമ്മള് സാധാരണക്കാർ ആളുകളൊക്കെ തന്നെയും സ്ത്രീകൾക്ക് വണ്ടിയായിട്ട് ആക്സസ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് 80s പിള്ളേർക്ക് വണ്ടി കണ്ടിട്ട് പോലും പരിചയമില്ല. പിന്നെ ആ ഇഷ്ടം കൊണ്ട് ആ വണ്ടിയുടെ മുകളിൽ പോകുന്നതാ. ഇവരിത് പഠിക്കുന്ന ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രമല്ല, ഇവർക്ക് ആവശ്യം കൂടെയാണ്. ഇപ്പൊ ഒരു സ്ത്രീ ഒരു വണ്ടി ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അവർ ഇൻഡിപെൻഡന്റ് ആയി. അവർക്ക് എവിടെയും പോയി ഒരാളെ ആശ്രയിക്കേണ്ട കാര്യമില്ല. രാത്രിയൊക്കെ യാത്ര ചെയ്യാൻ എവിടെ വേണമെങ്കിൽ പോവാം. കാറൊക്കെ എടുത്ത് യാത്രയൊക്കെ പറ്റും. ഞാൻ ഇവിടെ നാനോ കൊണ്ട് ഒരു കാശ്മീർ ട്രിപ്പ് എടുക്കണ്ടായി. കന്യാകുമാരി ടു കാശ്മീർ തിരിച്ച് വരേണ്ടതുണ്ട്. ആ 25 ദിവസം ഡ്രൈവിംഗ് അറിയാവുന്ന കൊണ്ട് മാത്രം പിടിച്ചെന്നാണ് എന്റെ വൈഫൊക്കെ എനിക്ക് തോന്നുന്നു. അപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയുന്നത് ശരിക്കും ഒരു വലിയ ഒരു ഫ്രീഡമാണ് അവർക്ക്.
അപ്പൊ അത് പഠിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ ചിലപ്പോൾ തുഴഞ്ഞു വരും. കാരണം അവരെ വണ്ടി ആദ്യമായിട്ട് കയറുന്ന സൈക്കിൾ ബാലൻസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഇത് പഠിക്കുന്നത് വിടുന്നതായിരിക്കും. സൈക്കിൾ പോലും ചവിട്ടാതെ അറിയാതെ അതൊരു തുഴച്ചിൽ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരോടൊന്നും പറയല്ല. അത് അവരുടെ മനസ്സിന്റെ വലിപ്പക്കുറവ് മാത്രമേ പറയുള്ളൂ. അതെ. മാനുവൽ ഓർ ഓട്ടോമാറ്റിക്? മാനുവലാണ് ഇഷ്ടം. ഏത് വണ്ടി ഭ്രാന്തനോട് ചോദിച്ചാലും അങ്ങനെ. പക്ഷേ ഓട്ടോമാറ്റിക്കിന് ഒരു സുഖമുണ്ട്. ഓട്ടോമാറ്റിക് ഓടിക്കാനായിട്ട് അത്ര മോശം ഒന്നുമല്ല. ഏതൊരു മാനുവലിനേക്കാളും ക്വിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ഓടിക്കാനും ഓട്ടോമാറ്റിക് പറ്റും. പക്ഷെ നമ്മളിപ്പോഴും ആ ഓൾഡ് സ്കൂൾ ആയതുകൊണ്ട് പറയുന്നതാണ് അങ്ങനെ ഓട്ടോമാറ്റിക് അല്ല മാനുവലാണ് ഇഷ്ടം. പക്ഷെ മാനുവലിനേക്കാളും എത്രയോ മികച്ച ഡ്രൈവ് ഒക്കെ സമ്മാനിക്കാൻ ഓട്ടോമാറ്റിക് ഉറപ്പായിട്ടും. അതെ, രണ്ട് കൈ സ്റ്റീറിംഗ് എടുക്കേണ്ട എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. ഇപ്പോൾ ട്രാക്കിലൊക്കെ ഓടിക്കാണെങ്കിലും ഫാസ്റ്റ് ആയിട്ട് ഓടിക്കാണെങ്കിലും ഗിയർ മാറാൻ വേണ്ടി കൈയെടുത്ത് നമ്മൾ കഷ്ടപ്പെട്ട കാര്യമില്ല, ഹാൻഡിൽ ചെയ്ത് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഓട്ടോമാറ്റിക്കിന്റെ അത്രയും ക്വിക്കായിട്ട് ഒരു മാനുവൽ ഒരാൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കമ്പ്യൂട്ടർ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ ഒരു മനുഷ്യൻ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്റ്റിൽ എനിക്ക് ഇഷ്ടം മാനുവലാണ്. പക്ഷേ അതിന്റെ ഫാക്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് സെലിബ്രിറ്റീസിനൊക്കെ ഒരുപാട് വലിയ ഹ്യൂജ് കാർ കളക്ഷൻ ഉണ്ട്. അങ്ങനെ നോട്ടബിൾ ആയിട്ടുള്ള ഫ്യൂ പീപ്പിൾ ഉണ്ടോ? ഒന്ന് ദുൽഖർ സൽമാൻ, ഒബ്വിയസ്ലി എല്ലാവരും പറയുന്ന പോലെ. പിന്നെ ഇവരെയൊക്കെ ഇൻസ്റ്റാഗ്രാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവരുടെ അടുത്തൊക്കെ ഏതൊക്കെ വണ്ടി വരുന്നുണ്ടെന്നുള്ളൂ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നമുക്ക് കറണ്ട് അഫയേഴ്സ് എല്ലാം അറിയാം. അതല്ലാണ്ട് ഇവർ പേഴ്സണലായിട്ട് അറിയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വണ്ടി ഇപ്പോൾ അമിത് ചക്കാലക്കലുമായിട്ട് അന്ന് ഞാനൊരു ചെറിയൊരു സംസാരം ഉണ്ടായിട്ടായിരുന്നു. അത് നമ്മുടെ വണ്ടി പിടിച്ചുകൊണ്ടുണ്ടായി ഭൂട്ടാൻ ഇഷ്യൂ. അപ്പോൾ ടി വി ചർച്ചയിൽ ഞാൻ വന്നപ്പോൾ ഞാൻ പുള്ളിയോട് സംസാരിച്ചിരുന്നു. അതാ പേഴ്സണലായിട്ട് പുള്ളി അന്ന് സംസാരിച്ചത് അങ്ങനെയാണ്. പിന്നെ ദുൽഖർ സൽമാന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ പൃഥ്വിരാജിന് കുറെ കാറുകളുണ്ടെന്ന് അറിയാം. പക്ഷെ ഇവരൊക്കെ വണ്ടികൾ ഉണ്ടെന്ന് അറിയുള്ളൂ. പേഴ്സണലായിട്ട് വണ്ടി ഒന്നും കണ്ടിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നു, അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ, നമ്മുടെ നാട്ടിൽ ഇതേപോലെ നോക്കുകയാണെങ്കിൽ ഒരു വണ്ടി ഭ്രാന്തനുണ്ട്. ഇതുപോലെ തന്നെ ചേട്ടൻ തന്നെ കാണുമ്പോഴത്തേക്ക് ഇത് ആരാ എന്നെക്കാളും വലിയൊരു വണ്ടി ഭ്രാന്തൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഞെട്ടിയിട്ടുള്ള ഞെട്ടിയിട്ടില്ല. അത് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് വണ്ടിഭ്രാന്ത് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് വണ്ടിഭ്രാന്ത് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ വണ്ടി ഭ്രാന്തനാകാൻ പറ്റും. ഭ്രാന്തനാണെന്ന് കാണിക്കാൻ പറ്റും. ഭ്രാന്തന ഒരു സാധാരണ ആൾക്ക് വണ്ടി വാങ്ങാൻ വകുപ്പില്ല. പക്ഷെ അദ്ദേഹവും ഭ്രാന്തനാണ്. കാരണം ആ മനസ്സിനുള്ളിൽ പുള്ളിക്ക് കുറേ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാ വണ്ടിയും കാണുമ്പോൾ ഒരുപാട് നോക്കുമ്പോൾ നമ്മൾ പറയും ഒരു നല്ല പെൺകുട്ടി നടന്നു പോയാലും ഒരു നല്ല കാറ് പോയാലും ഏത് നോക്കുന്നു പറഞ്ഞാൽ പലരും പറയും ഞങ്ങൾ കാറ് നോക്കുന്നു പറയും. ചില ആളുകൾ അത് എക്സാജറേറ്റഡ് അല്ല, ചിലപ്പോൾ സംഭവിക്കുന്നതാണത്. അവർക്ക് വണ്ടി വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, വണ്ടി ഉപയോഗിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ വണ്ടി വാങ്ങാൻ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു, എന്തെങ്കിലും ഇത് വാങ്ങാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ തിരിച്ച് മെസ്സേജ് അയക്കും, നിങ്ങൾക്ക് എന്തായാലും പറ്റും, ഉറപ്പായിട്ടും പറ്റും, ശ്രമിക്കുന്നു പറഞ്ഞയക്കാം. ഇങ്ങനെ ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് ഇങ്ങനെ സ്വന്തമാക്കിയ കാർ ഏതാ? അങ്ങനെ സ്വന്തമാക്കിയ കാർ എന്ന് പറയാൻ കാർ ആയിട്ടില്ല. ആയിട്ടില്ല. ജിംനി വേണമെങ്കിൽ ഞാൻ പറയാം, ലേറ്റസ്റ്റ് മേടിച്ചാണ്. ഞാൻ മാനിഫെസ്റ്റ് ചെയ്തൊന്നും പറയാൻ പറ്റൂല. പക്ഷെ അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട്. അത് എന്തെങ്കിലും ഒക്കെ ഒരിക്കൽ ശരിയാവും. ഉറപ്പായിട്ടും. കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഒക്കെ, ഇപ്പൊ കാറിലാണെങ്കിലും ഈ പറയുന്ന പോലെ അമ്മയാണെങ്കിലും അച്ഛനായാലും അവർ സൈഡിൽ ഇരുന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടാലും ഈ കുട്ടിയെ വെറുതെ മടിയിലല്ലേ വെക്കുന്നത്. ഇത് ഒരു നമ്മുടെ ഒരു എന്താ പറയാ, ഇത് കൊച്ചു എന്ന് പറയുന്നത് ഒരു ഭാരമുള്ള ഒരു സംഗതിയായിട്ട് മാറുമ്പോൾ, അതായത് കൈ വിട്ടു പോകും, ഉറപ്പാണ് കൈ വിട്ടു പോകും. കാരണം നമുക്ക് ഒരു ബ്രേക്ക് ചവിട്ടോ അല്ലെങ്കിൽ ഒരു ഇടിയോ നടന്നാൽ കൈ വിട്ടു പോകും. കൊച്ചായിരിക്കും ആദ്യം തെറിച്ചു പോകുന്നത്. കൊച്ചിനെ മുൻ സീറ്റിൽ എടുത്തിരുന്ന് പറയും. ഇപ്പൊ ചൈൽഡ് സീറ്റ് ഇല്ലെങ്കിൽ പിൻ സീറ്റിൽ ഇരുന്ന് മടി വെച്ചിരുന്ന് യാത്രയാണെന്ന് പറയും. ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ്, അല്ലെങ്കിൽ ഇതൊന്നും പറയേണ്ട ആവശ്യം, നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കുന്നു പറയും. അങ്ങനെയല്ല, ഇതിന് ഒരു കാരണമുണ്ട്. കാരണം ഇപ്പോൾ റോഡിൽ ഇഷ്ടംപോലെ വണ്ടികളാണ്, അപകട സാധ്യത കൂടുതലാണ്. അതുകൊണ്ടൊക്കെയാണ് ഇതിങ്ങനെ പറയുന്നത്. അതുപോലെ ബൈക്കാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ട് വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് ഹെൽമെറ്റ് വെച്ച് കൊടുക്കുന്നത്. കാരണം മുതിർന്നവർ വെക്കും, പക്ഷെ കുട്ടികൾ ഹെൽമെറ്റ് ഒന്നും യൂസ് ചെയ്യാണ്ട് പോകുന്നത് കാണുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം. ശ്രദ്ധിക്കണം. ഇപ്പൊ അതിപ്പോ നിയമം എന്തായാലും വരുന്നുണ്ട്, എല്ലാവർക്കും പിഴ കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പല ക്യാമറകളും അടിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഫോഴ്സ്ഫുള്ളി എൻഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട്. അത് പക്ഷെ എൻഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കൊച്ചിനോട് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അത് നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ ഈ തീരെ കൊച്ചു കുഞ്ഞ്, അതായത് 3-4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, 3 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്കായിരിക്കുമല്ലോ ഈ ചൈൽഡ് സീറ്റ്സ്. 7 വയസ്സ് വരെ കുറച്ച് കൊച്ചു കുട്ടികൾക്ക്. ബട്ട് സ്റ്റിൽ ഒരു 9-10 വയസ്സ് വരെയുള്ള കുട്ടികൾ ഫ്രണ്ടിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്നത്. അതായത് 142 സെന്റിമീറ്റർ ഉയരം വന്നു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടാം. ഇപ്പോഴത്തെ കാറുകൾ അതും കുഴപ്പമില്ല, കാരണം സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ചെറുതാക്കി വെച്ച് ഇടാനും പറ്റും. എന്റെ മോനൊക്കെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാറുണ്ട്. അവന് സീറ്റ് ബെൽറ്റ് ഒക്കെ പക്കയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. അതുപോലെ നമ്മൾ വേറെ കണ്ടുവരുന്ന ഒരു സംഭവമാണ്, ഇപ്പൊ പല റീലുകളിലും ഒക്കെ അവര് ഭയങ്കര ഫണ്ണി ആയിട്ടോ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് സൈഡായിട്ടോ ഒക്കെ കാണിക്കുന്നതായിരിക്കും. ഇതുപോലെ ഇപ്പൊ ഹസ്ബൻഡ് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് കാല് ഡാഷ്ബോർഡിന്റെ മുകളിൽ പൊക്കി വെച്ചിട്ടിരിക്കുന്ന കൈൻഡ് ഓഫ് റീൽസ്. അത് ആ റീല് കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ഒരു അപകടം പറ്റിയ ജീവിതത്തിൽ ആ തലമുറയ്ക്ക്, അതിന്റെ അടുത്ത തലമുറയ്ക്ക്, അതിന്റെ അപ്പുറത്തെ തലമുറയ്ക്കും വരെ പേടി സ്വപ്നമാവാൻ വിധം പ്രശ്നമാവും. കാരണം നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇവിടെയാണ് എയർ ബാഗ് വരുന്നത് കൂട്ടിക്കോ, ഇത് ഇങ്ങനെ മടങ്ങിയിട്ടാണ് അപകടം പറ്റാൻ പോണത്. ഒടിഞ്ഞു മടങ്ങി പൂമിന്നാക്കും. അവിടെ ഒരു മിസൈലോ അല്ലെങ്കിൽ ഒരു ഗൺ ബുള്ളറ്റ് വരുന്ന അതിലും ഫാസ്റ്റ് ആയിട്ടാ എയർ ബാഗ് വരിക. അതെ, അത് ഭയങ്കര ഡേഞ്ചറാണ്. എല്ലാവർക്കും ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്, എന്റെ വണ്ടി ഇടിക്കില്ല എന്നുള്ളത്. അത് ഇടിക്കുന്നവരേ ഉള്ളൂ.
ഇടിക്കുക അല്ലെങ്കിൽ തട്ട് ചെയ്താൽ കോൺഫിഡൻസോടെ പോവും. കാരണം ആരും അഗ്രഗണ്യന്മാരല്ല, പിന്നെ നമ്മൾ തന്നെ വേണമെന്നില്ല ഇടിക്കാനായിട്ട്, തിരിച്ചു വന്ന് ഇടിക്കാലോ. അങ്ങനെ ഇരിക്കുന്നതൊക്കെ ശരിക്കും ക്രൈമാണ് ഞാൻ പറയുകയാണെങ്കിൽ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു അറിവില്ലായ്മല്ല, അത് ക്രൈമാണത്. നമ്മുടെ സ്വന്തം വണ്ടിയിൽ കംഫർട്ട് ലെവൽ കാണിക്കാൻ വേണ്ടിട്ട് ഇരിക്കുന്നത് പോലെ അതാണ് എന്റെ പോയിന്റ്. നമ്മുടെ വണ്ടി നമ്മൾ ഓടിക്കുന്ന ആ ആളോടുള്ള വിശ്വാസമായിരിക്കും. പക്ഷെ അങ്ങനെ ആ ആള് തന്നെ ഇടിക്കണം എന്നില്ലല്ലോ, ഓപ്പോസിറ്റ് വന്നാലും മതിയല്ലോ. അതെ. അപ്പൊ ഇങ്ങനെ കുറെ ടോപ്പിക്സ് ഉണ്ട് അല്ലേ സംസാരിക്കാനായിട്ടാണെങ്കിൽ. അതെ. ഇപ്പൊ ന്യൂ കാർസ്, സെക്കൻഡ് ഹാൻഡ് കാർസ് നോക്കുകയാണെങ്കിൽ പലരും ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്നത് കാണാറുണ്ട്. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ്? ന്യൂ കാർസ് വാങ്ങുന്നതാണോ വാല്യൂ ഫോർ മണി യൂസ്ഡ് കാർ മേടിക്കുന്നതാണ്? അത് ഡിപ്പെൻസ് ആണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് മണി ഉണ്ട്, കുറച്ച് കാശുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂസ്ഡ് കാറാണ് വർത്ത്. അതല്ല, പുതിയ കാർ മേടിക്കുകയാണെങ്കിൽ പുതിയ കാർ മേടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, കയ്യിൽ കാശില്ല, ലോണാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പുതിയ കാറാണ് നല്ലത്. കാരണം യൂസ്ഡ് കാറിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. സ്റ്റിൽ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും പുതിയ കാറുമായിട്ടുള്ള അത്രയും ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല. അതുകൊണ്ട് പുതിയ കാർ വാങ്ങുമ്പോൾ EMI അടച്ച് കൊണ്ട് പോകാന്നുള്ള ലെവലിൽ ഫ്യൂ തൗസൻഡ്സ് റുപ്പീസാണ് പെർ ലാക്സിന് വരുമെന്നുള്ള ലെവലിൽ പുതിയ വണ്ടി വന്നാൽ നല്ലത്. പക്ഷേ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി മേടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ഓൾട്ടോ ലോൺ ഇട്ട് മേടിക്കുകയാണ്, ആ 5 ലക്ഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു ഡിസൈർ വരെ മേടിക്കാം, സിയാസ് വരെ മേടിക്കാൻ പറ്റും, ഒരു യൂസ്ഡ് കാർ മേടിക്കാൻ പറ്റും. അതാണ് അതിന്റെ കാര്യം. അതായത് മോർ കാർ പെർ മണി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണത്. അത് കുറെ പേർക്ക് അറിയാം, യൂസ്ഡ് കാർ വാങ്ങുന്ന ആൾക്കാർക്ക് അറിയാതെ. അതുകൊണ്ടാണ് ഇപ്പോൾ കുറെ യൂസ്ഡ് കാർ വരുന്നത്. അതെ, നമ്മളിങ്ങനെ പലരും കാണാറുണ്ടല്ലോ, ഇപ്പൊ ഡൽഹിയിൽ നിന്നൊക്കെ പോയിട്ട് കാസ് കൊണ്ടുവരുന്നത്. പക്ഷെ കുറച്ച് ആളുകൾ പറയും അവിടുന്ന് കൊണ്ടുവരുന്ന കാസ് നല്ലതാണ്. ചില ആളുകൾ പക്ഷെ ഇപ്പൊ പലരും ഇപ്പം BMW, ബെൻസ് ഒക്കെ ഇങ്ങനെ പ്രീമിയം കാസിന്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് ചിലർ കമന്റ് ബോക്സിലാണെങ്കിലും കളിയാക്കുന്ന കാണാം. ഡൽഹിയിൽ പോയിട്ട് കൊണ്ടുവരുന്നതാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ അറിയാൻ പറ്റും. ശരിക്കും എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം? നമ്മൾ വണ്ടി മേടിക്കുന്നത് ഇപ്പൊ ഇവിടുന്ന് മേടിക്കുന്നതും ഡൽഹിയിൽ നിന്ന് മേടിക്കുന്നതുള്ള വ്യത്യാസം. ഡൽഹിയിൽ 10 വർഷം 15 വർഷം ബാനൊക്കെ ഉണ്ട്. അപ്പൊ അപ്പോഴും നമ്മൾ മേടിക്കുമ്പോൾ പേപ്പർ വാലിഡ് ആവാൻ ഒരു ടൈം പീരീഡ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 8 വർഷം വരെ പഴക്കമുള്ള വണ്ടികളാണെന്ന് തോന്നുന്നത്, എനിക്ക് ഉറപ്പില്ല, ഞാൻ പറയുന്നതാണ്. ആ വണ്ടികൾ മേടിച്ച് ഇവിടുത്തെ ഒരു നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് ഓടിക്കുന്നതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമുക്കിവിടെ 15 ഇയേഴ്സിന് ടെസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്കത് കൊണ്ടുനടക്കാൻ പറ്റും. അതല്ലാണ്ട് അവിടെ നിന്ന് വാങ്ങിയിട്ട് പേപ്പർ മാറ്റാൻ പറ്റാത്ത വണ്ടി കൊടുന്ന് ഓടിക്കുന്നവരായിരിക്കും മിക്കവാറും പരിഹാസമൊക്കെ ചെയ്യുന്നത്. കാരണം ഒരു സമയം കഴിഞ്ഞാൽ NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അതുകൊണ്ട് ആ വണ്ടി ഇവിടെ നമുക്ക് പേരിലാക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. അത് കൊടുന്ന് ഓടിക്കാനേ പറ്റുള്ളൂ. അതായത് നമ്മുടെ ഒരു ബർഡനാണ്. കാരണം ആ വണ്ടിയുടെ ഉടമസ്ഥന്റെ പേരിൽ നമ്മൾ കേരളത്തിൽ ഓടിക്കുക നിയമവിരുദ്ധമാണത്. അപ്പൊ അത് പ്രശ്നമാണ്. അവരോടായിരിക്കും ഇത് പറയുന്നത് എനിക്ക് തോന്നുന്നു. പിന്നെ നല്ല വണ്ടികൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് മേടിക്കുകയാണെങ്കിലും ഡൽഹിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും പറ്റിക്കപ്പെടാനുള്ള സാധ്യത ഏറെക്കുറെ സെയിം ആണ്. അതിൽ വലിയ വ്യത്യാസങ്ങളില്ല. ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടാനുള്ള സാധ്യത എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടാനുള്ള സാധ്യത ഫ്ലഡൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് വെള്ളം കയറിയ വണ്ടികൾ തന്നെയാണ് പറ്റിക്കാനുള്ള സാധ്യത കൂടുതൽ. ഫ്ലഡ് വരുന്നത് കൊണ്ട് പിന്നെ കിലോമീറ്റർ തിരിക്കുന്നതൊക്കെ ഉണ്ട്. കിലോമീറ്റർ തിരിക്കുന്ന പറയുമ്പോൾ മീറ്ററിൽ ഇപ്പോൾ 1 ലക്ഷം ഉണ്ടെങ്കിൽ അത് വിൽക്കാൻ വേണ്ടിയിട്ട് 50,000 ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. വാല്യൂ കൂട്ടാനും വില കൂട്ടാനും വേണ്ടി ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്കാം ഉണ്ട്. യൂസ്ഡ് കാറിൽ പണി കിട്ടാനുള്ള എളുപ്പമാണ്, എപ്പോ പോയാലും പണി കിട്ടും. നല്ല നേരിട്ട് ആർക്കെങ്കിലും പരിചയമുള്ള ആർക്കെങ്കിലും ഇതുപോലെ സ്കാം കിട്ടിയിട്ടുണ്ട്? എന്റെ ഒരു സുഹൃത്ത് ഒരു വണ്ടി മേടിച്ചിട്ട് വിളിച്ച് എന്റെ മീറ്റർ ക്ലസ്റ്റർ വർക്ക് ചെയ്യുന്നില്ല എന്ന് വിളിച്ച്. അപ്പൊ ഞാൻ ആ വഴി പോവാന്ന് ചുമ്മാ കയറി നോക്കി. ആ ക്ലസ്റ്റർ ഒന്ന് കൈ കൊണ്ട് എടുത്തപ്പോ കൈ കൂടെ പോന്നപ്പോ ഒരു കൊട്ട മണ്ണ് എന്റെ കയ്യിൽ മണ്ണ്. അത് പക്ഷെ നമ്മള് ആ ഡീലറെ വിളിച്ച് വണ്ടി തിരിച്ചെടുത്ത് കാശ് മേടിച്ചു. പക്ഷെ എല്ലാവർക്കും അങ്ങനെ പറ്റിക്കൊള്ളുന്നില്ല. പലരും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെയുണ്ട്. ഇതൊക്കെ മേ ബി ഫ്ലഡ് വന്ന ഫ്ലഡ് കയറുന്ന വണ്ടികളാണ്. ഇപ്പോൾ യാർഡുകളിൽ വെള്ളത്തിൽ മുങ്ങിയ വണ്ടികളുണ്ട്. അതുപോലെ ഈ യൂസ്ഡ് കാർ ഡീലേഴ്സിന്റെ വണ്ടികളുണ്ട്. ഇപ്പോൾ പേഴ്സണൽ വണ്ടികൾ തന്നെ ഉണ്ട്, വെള്ളത്തിൽ മുങ്ങിയ വണ്ടികളുണ്ട്. അപ്പോൾ അതൊക്കെ നേരാക്കിയിട്ട് വിൽക്കുന്നതാണ്. ഇത് പറയാതെ വിൽക്കുന്നതാണ് പ്രശ്നം. പറഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അറിയാം അത്രയും വില കുറച്ച് വാങ്ങി ഉപയോഗിക്കാവുന്നവർക്ക് ഉപയോഗിച്ചോട്ടെ. പക്ഷെ പറ്റിക്കാൻ പാടില്ല. അതെ, ഒരുപാടുണ്ട്. ഈ ആളുകൾ ഇപ്പോൾ ഒരു പുതിയൊരു കാറോ ബൈക്കോ വാങ്ങുമ്പോഴത്തേക്ക് മെയിൻലി എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതായിട്ടുള്ള ബിഗസ്റ്റ് മിസ്റ്റേക്ക് എന്തായിരിക്കും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്? മറ്റുള്ളവർ പറഞ്ഞിട്ട് വണ്ടി മേടിക്കുക എന്നുള്ളതാണ്. ആവശ്യത്തിനുള്ള വണ്ടി മേടിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ അടക്കമുള്ള ആളുകൾ ഒരു വണ്ടി ചിലപ്പോൾ അതിനെക്കുറിച്ച് പ്രൈസ് ചെയ്ത് പറയുന്നത് കാശ് മേടിച്ചിട്ടായിരിക്കും, പ്രൊമോഷൻ ആയിരിക്കും. അത് കേട്ടിട്ട് ഇപ്പോൾ ഒരു നല്ല വണ്ടി അല്ലെങ്കിൽ മോശം വണ്ടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ട് ഒരാൾ മേടിക്കുകയാണെങ്കിൽ അയാൾ പറ്റിക്കപ്പെടുകയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല അതിനകത്ത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രിക്കോഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പ്രൊമോഷൻ ആണെന്നും ബ്രാൻഡഡ് കണ്ടന്റ് ആണെന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരു റേറ്റിംഗ് വെക്കാറുണ്ട് ഉറപ്പായിട്ടും. അതല്ലാതെ ചെയ്യുന്ന വണ്ടികളൊക്കെ നമ്മൾ ഹോണസ്റ്റ് ആണ്. ഒരു വണ്ടി നന്നല്ലെങ്കിൽ നന്നല്ല എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയല്ല. ഇവിടെ കുറെ ആളുകൾ അങ്ങനെ ഉണ്ട്. ഒരുപാട് എന്താ പറയാ, പൈസ മേടിച്ചു എന്ന് പറയാതെ പ്രൊമോഷൻ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ വാക്ക് കേട്ടിട്ട് ഒരു ഓൾട്ടോ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോയിട്ട് ചിലപ്പോൾ ഒരു വേറെ ഏതെങ്കിലും വണ്ടി മേടിക്കും, ഞാൻ ബ്രാൻഡ് പറയുന്നില്ല, കുറച്ച് കോസ്റ്റ് കൂടിയ വണ്ടി ലോണിട്ട് മേടിക്കും. പുള്ളിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് കൊണ്ടുനടക്കാൻ പറ്റില്ല. എപ്പോഴും അഫോർഡബിലിറ്റി എളുപ്പമാണ്, ബാങ്ക് ലോൺ തരും.
പക്ഷെ കൊണ്ടു നടക്കൽ അങ്ങനെയല്ല, മെയിൻറ്റെയിൻ ചെയ്യണം, സർവീസ് ചെയ്യണം, ഇതിന്റെ പാർട്സിന്റെ വില വരും, കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അവരാണ് പറ്റിക്കപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ. ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരം അതാണ്. അതെ, ഇപ്പൊ നമ്മൾ ഈ അഫോർഡബിലിറ്റിയുടെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ഇപ്പൊ നമ്മൾ ചില കാസ് കാണുമല്ലോ, ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു 10 to 14 lakhs അല്ലെങ്കിൽ 15 lakhsന് ഉള്ളിലായിരിക്കും EMI കിട്ട് എടുത്തു, ബട്ട് സ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹൈ മെയിൻ്റെനൻസ് ആയിട്ടുള്ള കാസ് ഉണ്ടാവുമോ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഹൈ മെയിൻ്റെനൻസ് ചില ബ്രാൻഡുകളുടെ കാറുകൾ ഹൈ മെയിൻ്റെനൻസ് ആണ്. അത് അവരുടെ കാറുകൾക്ക് ഹൈ മെയിൻ്റെനൻസ് ആണെന്ന് പറയുന്നില്ല. പക്ഷെ ചില കാറുകൾ നമുക്കറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാരുതിയുടെ കാറുകൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വണ്ടിയുടെ വില കൂടുന്നതും ആ വിലയ്ക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് സർവീസ് ചാർജ് കൂടിയിട്ടുണ്ട് ഉറപ്പായിട്ടും. അപ്പൊ നമ്മൾ ഒരു സാലറിയുടെ ആളാണ്, EMI അടയ്ക്കുന്നത് അതൊന്നൊരു കണക്കൂട്ടി വെച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അയാൾക്ക് ഒരു വലിയ സർവീസ് വന്നാൽ അത് ഉറപ്പായിട്ടും പണിയാവും, ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ ആളുകളെ കാണിക്കാൻ, എൻ്റെ ഒരു വലിപ്പം കാണിക്കാനും വേണ്ടി ഞാൻ വണ്ടി മേടിക്കുകയാണെങ്കിൽ അത് എനിക്ക് അഫോർഡ് ചെയ്യാൻ മാത്രമല്ല മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി പറ്റണം നോക്കിയില്ലെങ്കിൽ അത് പണിയാവാൻ സാധ്യത. നമ്മുടെ നാട്ടിൽ യൂഷ്വലി കണ്ടുവരുന്ന ബ്രാൻഡ്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാൻഡ്സ് ഏതൊക്കെയായിരിക്കും? ഇപ്പോഴത്തെ കണ്ടീഷനിൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാൻഡുകൾ ഒബ്വിയസ്ലി മാരുതിയുടെ സർവീസ് കുഴപ്പമില്ല, ഹുണ്ടായി അത്യാവശ്യം വലിയ പ്രശ്നമില്ലാത്തതാണ്. ടാറ്റ അത്യാവശ്യം ചീത്തപ്പേരെ കേൾപ്പിക്കുന്നുണ്ടെങ്കിലും ചില ഇടത്തൊക്കെ നന്നായി ചെയ്യുന്ന ആളുകളുണ്ട്. അത് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ വാറന്റി ഒക്കെ എടുക്കുന്ന വണ്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത സർവീസ് കിട്ടാറുണ്ട്. ഇപ്പൊ പണ്ടത്തെ പോലെ അത്ര മോശമൊന്നുമില്ല. ചില വണ്ടികൾ ഈ പറഞ്ഞ ലെമൺ എന്ന് പറയുന്ന പോലെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റുള്ള വണ്ടികൾ വരുന്ന ആളുകൾക്ക് പ്രശ്നമുണ്ടാവുന്നല്ലാതെ എല്ലാവർക്കും ഒന്നും പ്രശ്നങ്ങൾ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഒരു പരിധി വരെയൊക്കെ സർവീസുകൾ കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. ഈ എക്സ്റ്റൻഡഡ് വാറന്റി ശരിക്കും പുറത്താണോ? ഉറപ്പായിട്ടും വർത്താണ്. എക്സ്റ്റൻഡ് വാറന്റി എടുക്കണം എന്ന് പറയാൻ കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് കൂടെയാണ്. സർവീസിന് വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ പാർട്സിന്റെ പ്രൈസ് വരുമ്പോൾ അത് കയ്യിൽ നിൽക്കില്ല. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റിയറിംഗ് റാക്കിന് കംപ്ലൈന്റ് ആയി നിൽക്കാം, ഒരു ചെറിയ പാർട്ട്, അതിന് തന്നെ ഫോർഡിന് 24,000 രൂപയോളം വിലയുണ്ട്, ഹോണ്ടയ്ക്ക് അതുപോലെ തന്നെ ഒരു 10-30,000 രൂപ വിലയുണ്ട്. അപ്പൊ അതൊക്കെ വാറന്റി ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും വലിയൊരു പൈസ കൊടുക്കേണ്ട കാര്യമില്ലാണ്ട് ചെയ്യാൻ പറ്റും. ഞാൻ എക്സാമ്പിൾ പറയുന്ന പ്രൈസ് അങ്ങോട്ടും മാറാം, പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കും. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലാണ് മാക്സിമം എടുക്കാൻ പറ്റും. സർവീസ് നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ലോണിന്റെ കൂടെ EMI എടുക്കുന്ന സമയത്ത് ഈ എക്സ്റ്റൻഡ് വാറന്റി കൂടെ അടച്ച് മേടിച്ചാൽ അത് ബാങ്കുകാരുടെ ലോൺ കിട്ടുമ്പോൾ അത് കൂടി ഉൾപ്പെടുത്തി എടുത്താൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. എന്തായാലും ഒരു മസ്റ്റ് റെക്കമെൻഡഡ് സംഭവം തന്നെയാണ് അല്ലേ? മാരുതിക്ക് വേണ്ടെന്ന് പറയാറുണ്ട്, ഞാനിപ്പോ മാരുതിക്കും എടുക്കാനാണ് പറയാറുള്ളത്. കാരണം എല്ലാത്തിനും പ്രശ്നം പാർട്സിന് തന്നെയാണ് വില കൂടുതലാണ്. അതെ, അപ്പൊ ഞാൻ മാരുതി എടുക്കാൻ പറയാറുണ്ട്. ഏത് കാറാണെങ്കിലും എടുക്കാൻ പറയാറുണ്ട്. എത്ര കിട്ടുന്നു അത്രയും വാറന്റി എടുത്തു വെക്കാന്ന് പറയാറുള്ളത്. അതെ, ഒരു ഫീച്ചർ ഒരു കാറാണെങ്കിലോ ബൈക്കാണെങ്കിലോ എടുക്കുന്ന സമയത്ത് ഒരു ഫീച്ചർ അത് മേ ബി പലരും ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും, ബട്ട് അങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടണ്ടാത്തതായിട്ടുള്ള ഒരു ഫീച്ചർ എന്തായിരിക്കും? ഈ ഇന്നത്തെ കണ്ടീഷനിൽ നമുക്ക് ഏറ്റവും ബേസിക് വേണ്ട വണ്ടികളെല്ലാം ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ABS, എയർ ബാഗ്, ഇത് രണ്ടും എല്ലാ വണ്ടിക്കും ഉണ്ട്. ഇപ്പോൾ അത് റെഗുലേഷൻ ആണ്, അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇപ്പൊ ഇല്ല. പിന്നെ എല്ലാം പേഴ്സണൽ ചോയ്സ് ആണ്. ഇപ്പോൾ ടോപ്പ് എൻഡ് മേടിച്ചാൽ മാത്രം കിട്ടുന്ന കാര്യമുണ്ട്. എനിക്ക് പിന്നിൽ വൈപ്പർ ഡിഫോഗർ മസ്റ്റായിട്ട് വേണമെന്ന് ഞാൻ പറയാറുണ്ട് എല്ലാ വണ്ടിക്കും. പക്ഷെ അത് ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ ടോപ്പ് എൻഡിന് മാത്രമേ ഉള്ളൂ. അത് അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് ഞാൻ കരുതുന്നത്. ഇഗ്നോർ ചെയ്ത് പാടില്ല, കാരണം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഈ 3 കണ്ണാടികൾ യൂസ് ചെയ്ത് ഓടിക്കുന്ന ആൾക്ക് അത് വേണമെന്ന് ഞാൻ പറയാറുള്ളത്. ഇപ്പൊ നമ്മളൊരു കാറോ ബൈക്കോ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് യൂസ് ചെയ്യുന്ന ഏതൊരു ഹാബിറ്റ് ആയിരിക്കും അതിന്റെ എഞ്ചിനെയൊക്കെ ഏറ്റവും മോശമായിട്ട് പെട്ടെന്ന് ബാധിക്കുന്നത്? ചെറിയ ഓട്ടങ്ങളാണ് വണ്ടികൾക്ക് കേട്. അപ്പോൾ നമ്മൾ വെറുതെ എടുത്ത് കടയിലൊക്കെ പോകുന്നു, ഡീസൽ വണ്ടികൾക്കൊക്കെ അത് പ്രശ്നമാണ്. പെട്രോൾ വണ്ടിക്ക് വലിയ സീനൊന്നുമില്ല. പിന്നെ ഈ ലോവർ ഗിയറിൽ മാറാൻ മടിച്ചിട്ട് കൂടിയ ഗിയറിൽ 4ാമത്തെ 3ാമത്തെ ഗിയറിലിട്ട് വണ്ടിനെ ഇരപ്പിച്ച് ഓടിക്കുന്നത്, നോക്ക് ചെയ്യുന്നതൊക്കെ വണ്ടിക്ക് പ്രശ്നമാണ്. പുതിയ ഡ്രൈവർമാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ അങ്ങനെ പറയാനായിട്ടില്ല. അതായത് ഇപ്പോഴത്തെ വണ്ടികളെല്ലാം തന്നെ ഒരു പരിധി വരെ ഓടിച്ചുകൊണ്ട് നടന്നാലും അൺഡിസ്ട്രക്റ്റബിൾ എന്നൊക്കെ പറയുന്ന നിലയ്ക്കുള്ള വണ്ടികളുണ്ട്. സ്റ്റിൽ ചില കാര്യങ്ങൾ വണ്ടിയെ നശിപ്പിക്കും. അത് ഈ പറഞ്ഞ ഡീസൽ വണ്ടി കുറച്ച് ദൂരം ഓടിക്കുന്നു, രാവിലെ ഒരു 2 കിലോമീറ്റർ എടുക്കാനായിട്ട് ഓടിച്ച് വണ്ടിയുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എത്താതെ ചെയ്യുന്നു, പിന്നെ എടുത്ത വഴിക്ക് ഹൈ റവ് ചെയ്ത് ഓടിച്ചു പോകുന്നതും ഒക്കെ വണ്ടിക്ക് പ്രശ്നമാണ്. അതെ, ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ സർവീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത് എത്ര ഒരു ടൈം ഗ്യാപ്പിലാണ് ചെയ്യേണ്ടത് ശരിക്കും? അത് ഇത് പല ആളുകൾക്കും ഉള്ള പ്രശ്നമാണ്, അറിയാത്ത പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ റീലൊക്കെ കാണും, ഇന്ന കിലോമീറ്റർ സർവീസ് ചെയ്യുന്നൊക്കെ പറയും. ഇതൊന്നും ആവശ്യമില്ല. അതായത് ഒരു വണ്ടി മേടിക്കുമ്പോൾ എല്ലാ പ്രൊഡക്റ്റ് മേടിക്കുന്ന പോലെയും ഒരു ഓണേഴ്സ് മാനുവലുണ്ട്, അതിനകത്ത് പറഞ്ഞിട്ട് അത് മാത്രം കീപ്പ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അത് എന്താണോ പറയുന്നത് ആ പറയുന്ന ഇന്റർവെല്ലിൽ സർവീസ് ചെയ്യുക, ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ വീൽ അലൈൻമെന്റ് ചെയ്യുക, അതെല്ലാം ആ ഒരു ബുക്ക് ഉണ്ടല്ലോ, അതാണ് വണ്ടിയുടെ ജാതകം. അതൊന്നും നോക്കുക, അതൊന്ന് വായിച്ചു നോക്കാൻ മെനക്കെട്ടാൽ മതി, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കിട്ടും. അതിന് പകരം ഈ പകുതി അറിവുള്ള ആളുകളുടെ റീൽസ് പോയി കാണുക, അല്ലെങ്കിൽ റീൽസ് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന റീൽസിന്റെ പിന്നാലെ പോക്ക് ചെയ്യുന്നതൊക്കെ പ്രശ്നമാണ്. അതുപോലെ നമ്മൾ ടയേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ യൂസ്ഡ് ടയേഴ്സ് ബിഗ് നോ,
ശരിക്കും പറഞ്ഞാൽ പലരും ഭയങ്കര നല്ലൊരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടല്ലോ എമൗണ്ടിൽ തന്നെ. അങ്ങനെ യൂസ് ടയേഴ്സ് വാങ്ങുന്നവരുണ്ട്. അത് ബിഗ് നോ എന്ന് പറയാൻ കാരണം ടയറിന് ഇപ്പൊ ഫുൾ കട്ട ഉണ്ടെങ്കിലും അതിന് ഏജ് ആയിട്ടുണ്ടെങ്കിൽ ആ ടയറിന് എഫക്ട് ഇല്ല എന്ന് വെച്ചാൽ ടയറിന്റെ ഒരു ഗുണം ചെയ്യില്ല. അപ്പൊ നമുക്ക് പലപ്പോഴും യൂസ്ഡ് ടയേഴ്സ് നമുക്ക് പലപ്പോഴും യൂസ്ഡ് ടയേഴ്സ് കിട്ടുന്നത് കൂടിയ ഒരു ത്രെഡ് ഒക്കെ ടയേഴ്സ് ആയിരിക്കുമെങ്കിലും അത് കുറെ കാലം വെച്ച പഴകിയ ടയറോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് യൂസ്ഡ് ടയേഴ്സിന് പോരുത്. വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ടയറാണ്. അതിന് കുറച്ച് കാശ് ചിലവാക്കുന്ന നഷ്ടം വിചാരിക്കേണ്ട കാര്യമില്ല. എന്തായാലും പുതിയത് വാങ്ങിയിടുക. ഇപ്പൊ ഓടിയില്ലെങ്കിലും 4-5-6 വർഷം കഴിയുമ്പോൾ മാറ്റി പുതിയ ടയർ ഇടണം എന്നാ പറയാം. ഒരു 5 years ഒക്കെ അതിനും ഇന്റർവെൽസ് ഉണ്ട്. ഓരോ ടയറിന്റെയും മാനുഫാക്ചേഴ്സ് പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിയുമ്പോൾ അത് മാറ്റിയിടണം എന്നാണ് പറയാം. കാരണം ഇതൊക്കെ സേഫ്റ്റിയുടെ കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ 5 സ്റ്റാർ വണ്ടി മേടിച്ച് ടയർ മാറുന്നില്ല എന്ന് വിചാരിക്കും, 5 സ്റ്റാർ വണ്ടി മേടിച്ചിട്ട് സീറ്റ് ബെൽറ്റ് ഇടുന്നില്ല എന്ന് വിചാരിക്കും. ഇതൊക്കെ വിപരീത ഫലം ചെയ്യും. അതായത് ഇത്രയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതെ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഡൗട്ടായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഈ യൂസ്ഡ് ടയേഴ്സ് ഉണ്ടല്ലോ, അത് ശരി എവിടുന്ന് വരുന്ന ടയേഴ്സ് ആണിത്? അത് യൂസ്ഡ് ടയേഴ്സ് എവിടുന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ സ്റ്റോക്കുകളായിരിക്കാം. അതല്ലെങ്കിൽ ടയറുകളിൽ മുകളിലേക്ക് റീസോൾ ചെയ്ത് അല്ലെങ്കിൽ ത്രെഡ് ചെയ്തിട്ടോ ഡ്രോ ചെയ്ത് വരുന്ന ടയറുകളായിരിക്കാം. ഞാൻ പറഞ്ഞ ചിലപ്പോൾ ടയറുകളെല്ലാം ഫ്രഷ് ടയർ ആയിരിക്കാം, പക്ഷെ അത് 4-5 വർഷം പഴക്കമുള്ളതോ ഓൾഡ് സ്റ്റോക്കോ അല്ലെങ്കിൽ ഫാക്ടറി റിജക്റ്റഡോ അങ്ങനെ പലതും ആവാം. അതല്ലാണ്ട് എന്തായാലും പുതിയ ടയർ എന്തായാലും ഇവർക്ക് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഒരു ടയർ കടക്കാരോട് ഒഫൻസീവ് ആയിട്ട് പറയല്ല കേട്ടോ. ഞാൻ പറയുന്നത് ആളുകളുടെ സേഫ്റ്റിയെ കുറിച്ചാണ്. നിങ്ങൾക്ക് കിട്ടുന്ന നല്ല ടയറാണെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാൻ കുഴപ്പമൊന്നുമില്ല. ആ ഒരു അതായത് ചെറിയ പൈസക്ക് ഇതിങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് ചിലരിങ്ങനെ പറയാറുണ്ടല്ലോ, നമ്മൾ ഈ സ്പോർട്സ് ട്രാക്കിൽ യൂസ് ചെയ്ത ടയേഴ്സ് ആയിരിക്കും ഇങ്ങനെ വരുന്നതെന്നൊക്കെ. അത് കറക്റ്റ് ആണോ? അത് കറക്റ്റ് ആവാൻ ചാൻസ് കുറവാണ്. കാരണം ട്രാക്കിൽ യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ആ ടയറിന്റെ ലൈഫ് ഏറെക്കുറെ തീർത്തിട്ടേ വരുള്ളൂ. കാരണം ട്രാക്കിൽ നമ്മൾ റൂട്ട് ഓടിക്കുന്ന പോലെ അല്ല. ട്രാക്കിൽ ഒരു 10 റൗണ്ട് ഓടിച്ചാൽ റോട്ടിൽ ഒരു 16 കിലോമീറ്റർ ഓടുന്ന ടയർ തീർന്നു. അങ്ങനെയാണ് അതിന്റെ കാര്യം. അതൊക്കെ വെറുതെ പറയുന്നത്. അതുപോലെ ഇപ്പം EVs, ഇലക്ട്രിക് വെഹിക്കിൾസ്, അത് ഒരുപാട് നമ്മുടെ നാട്ടില് മൊത്തത്തിൽ ഒരുപാടുണ്ട്. കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ കണ്ടുവരുന്നുണ്ട്. എന്താണ് ഈ ഒരു മാറ്റത്തിന് കാരണം? ശരിക്കും പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ ആണോ? ഇലക്ട്രിക് കാർ പ്രാക്ടിക്കലാണ്. ലോക്കൽ ഓട്ടങ്ങൾക്കും അതുപോലെ ഉള്ള കാര്യങ്ങൾക്ക്. സിംഗിൾ കാറായിട്ട് ഇപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു അത്യാവശ്യം യാത്ര പോയി വരാണ്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടുന്ന് തൃശ്ശൂർ പോയിട്ട് തിരിച്ചു വന്നു. എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് വേറെ എവിടെയെങ്കിലും പോകേണ്ടി വന്നാൽ ഞാൻ ചാർജ് ചെയ്യാൻ 1 മണിക്കൂർ കളയണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ. അതല്ലെങ്കിൽ അത്രയും റേഞ്ചുള്ള വണ്ടികൾ വരണം. ഒരു സെക്കൻഡ് കാർ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു കാറുണ്ട്, നമുക്ക് ലോക്കൽ റണ്ണൗട്ട്സിന് ചെറിയ കാർ വേണമെങ്കിൽ ഒക്കെ EV നല്ലതാണ്. ഇപ്പോൾ EV പോലുള്ള വണ്ടികൾക്ക് 543 കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ട്. അതൊക്കെ ശരിക്കും ലോങ് ഡ്രൈവിനൊക്കെ പറ്റും. ഈ ലോങ് ഡ്രൈവിന് പറ്റും എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും ഒരു 540 കിലോമീറ്റർ ഒന്നും ഓടിക്കില്ല. പക്ഷേ ഇപ്പോഴും ചാർജിങ്ങിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റില്ല. സ്റ്റിൽ ഒറ്റക്കാറായിട്ട് വേണമെങ്കിൽ എനിക്ക് സ്കെപ്റ്റിക്കലാണ് ഞാൻ. പക്ഷെ വാങ്ങുന്ന ആളുകൾ, ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഞാനിപ്പോഴും കരുതുന്നത് ഒറ്റക്കാറാകുമ്പോൾ ഇലക്ട്രിക് കാർ ഒത്തിരി റിസ്ക് ആണ് എന്ന് തന്നെയാണ്. ഇലക്ട്രിക് വേണമെങ്കിൽ നമുക്കൊരു മെയിൻ കാറിന്റെ കൂട്ടത്തിൽ കാർന്ന് വേണമെന്നില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞൊരു സെനാരിയോ, ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോയി വന്നു, പെട്ടെന്ന് അത്യാവശ്യം വന്നു, അപ്പൊ എന്ത് ചെയ്യും? ആ സമയത്ത് ടാക്സി നോക്കി പോകേണ്ടി വരും, അല്ലെങ്കിൽ ആ സമയത്ത് വേറെ വണ്ടി എടുക്കേണ്ടി വരും. ചാർജ് ചെയ്യാൻ സമയം കിട്ടിക്കൊള്ളുന്നില്ല. ബാക്കപ്പിന് വേണ്ടി ഒരു കാർ ഇല്ലാണ്ട് EV വെക്കുന്നത് എനിക്ക് തരൂല. ചെയ്യുന്ന ആളുകളുണ്ടാവും, പ്രശ്നമില്ല, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കത് ധൈര്യം വന്നിട്ടില്ല. അതെ. ഇപ്പം നമുക്ക് വാങ്ങാനായിട്ട് ബെസ്റ്റ് EVs ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഞ്ചിൽ EVs എന്ന് ഞാൻ പറയാം. റേഞ്ച് EVക്ക് പവറിന്റെ പ്രശ്നമില്ല. അത് പവർ എന്ന് പറയുന്നത് ഇപ്പോ വളരെ ഡെമോക്രറ്റൈസ് ചെയ്യപ്പെട്ടു. മുമ്പ് 0 to 100 3 seconds 4 seconds എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. പക്ഷെ EV വന്നപ്പോ ഒരു 1.5 കോടി 2 കോടി രൂപയുടെ സ്പോർട്സ് കാറിന് തുല്യമായിട്ടുള്ള ആക്സലേഷൻ സാധാരണ EVക്ക് ഉണ്ട്. അപ്പൊ EV വന്നതോടുകൂടി പവറൊക്കെ ശരിക്കും സാധാരണക്കാർക്ക് കൂടി ആക്സസിബിൾ ആയി. അപ്പൊ റേഞ്ചുള്ള റിലയബിൾ ആയിട്ടുള്ള വണ്ടികൾ മേടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെ വണ്ടികളുടെ പേരായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരുപാട് വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിൻസ്റ്റർ എനിക്ക് തോന്നുന്നു നല്ല ഹിറ്റാണ്. MGയുടെ വലിയ കുഴപ്പമില്ലാണ്ട് വിൽക്കുന്നുണ്ട്. EV വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്, അത് വരാൻ പോകുന്നു. പിന്നെ ക്രെറ്റ EV വലിയ കുഴപ്പമില്ലാത്തൊരു EV ആണ്. മഹീന്ദ്ര EVസും അത്യാവശ്യം നല്ല പവർഫുൾ ആണ്, കുറച്ച് എന്തുസിയാസ്റ്റിക്കായിട്ട് ഓടിക്കാവുന്ന EVകളാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ കുറേ EVകളുണ്ട് വാങ്ങാനായിട്ട്. അതുപോലെ നമ്മൾ EVയിൽ തന്നെ ബൈക്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിലോ, EVയിൽ ബൈക്സ് എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണ്, അതാണ് പ്രശ്നം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനുള്ളത് നല്ലൊരു ബൈക്ക് അൾട്രാവൈലറ്റ് ആണ്. പിന്നെ അങ്ങനെ ഒരു ബൈക്കുകളുടെ ഇല്ല, സ്കൂട്ടറുകൾ ഉണ്ടെങ്കിലും ബൈക്കുകൾ അധികം ഇല്ല. അൾട്രാവൈലറ്റ് ഒത്തിരി ഒരു വില കൂടുതലാണ്. നമുക്ക് സാധാ പെട്രോൾ വെച്ച് നോക്കുമ്പോൾ സ്റ്റിൽ അത്രയും യൂസ് ഉണ്ടെങ്കിലും അത്രയും ചെലവ് കുറച്ച് ഓടിക്കാൻ പറ്റും എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ ആ ഒരു കാൽക്കുലേഷൻ നോക്കുമ്പോൾ അത് വലിയൊരു ഗുണമായിക്കൊള്ളുന്നില്ല. അതായത് പ്രൈസ് ടു പെട്രോൾ, പ്രൈസ് ടു ഇലക്ട്രിസിറ്റി എന്നുള്ളൊരു കണക്കുണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ അത്ര വലിയൊരു ലാഭമായിക്കൊള്ളുന്നില്ല. സ്റ്റിൽ ഇഷ്ടം കൊണ്ട് മേടിക്കാം, വലിയ വണ്ടിയാണ്, നല്ല രസമുള്ള വണ്ടിയാണ്. അതെ. അതുപോലെ തന്നെ ഈ ഹൈബ്രിഡ് കാർസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? ഹൈബ്രിഡ് കാർസ് ആയിരിക്കും കുറച്ചുകൂടി
ഫ്യൂച്ചറിലേക്ക് കാണാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ചാർജ് ചെയ്യേണ്ട കാര്യമില്ല, എന്നാൽ എഫിഷ്യന്റ് ആണ് എന്നുള്ള ഗുണമുണ്ട്. ഇപ്പോൾ ഇന്നോവ ഫോർ എക്സാമ്പിൾ, ഇന്നോവ ഹൈക്രോസ് ഇപ്പോൾ ഒരുപാട് ടാക്സി വണ്ടികൾ വരെ ഹൈക്രോസിലേക്ക് ഹൈബ്രിഡിലേക്ക് മാറിയിട്ടുണ്ട്. അത് മൈലേജ് കാരണമാണ്. അപ്പൊ ഈ ഡിപ്പെൻഡൻസി അവിടെ പോവാണ്, ഒന്ന് ചാർജ് ചെയ്യണമെന്നുള്ള ഡിപ്പെൻഡൻസി പോവാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്പീഡിൽ ഓടിച്ചാലും അടുത്ത പമ്പ് പോയിട്ട് പെട്രോൾ അടിച്ച് ഓടിക്കാലോ. അതെ. അതുപോലെ ഇപ്പൊ നമ്മളിപ്പോ പെട്രോളിന്റെ കാര്യം, പെട്രോൾ, ഡീസൽ, CNG ഇത് മൂന്നും പറയുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത് അബൌട്ട് CNG? ഇപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ സുവർണ്ണകാലമാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, CNG ഉണ്ട്, ഇലക്ട്രിക് ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഹൈഡ്രജൻ കാർ വരുന്നു പറയുന്നു, ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മുടെ വാഹന ലോകത്തെ സുവർണ്ണ കാലഘട്ടമാണ്. ഇപ്പോൾ ആളുകൾക്ക് വാങ്ങാനായിട്ട് ഓപ്ഷൻസ് ഇഷ്ടം പോലെയാണ്. അപ്പൊ ഇതില് ഡീസലിന്റെ പ്രശ്നം വെച്ചാൽ, ഡീസൽ എന്ന് പറയുന്നത് ഓട്ടം ഉണ്ടെങ്കിൽ മേടിക്കാവുന്ന നിലയ്ക്ക് മാറിയിട്ടുണ്ട്. കാരണം ഡീസലിൽ ഇപ്പോൾ റെഗുലേഷൻസ് കാരണം ഇപ്പോൾ BS6 ഒക്കെ വന്നപ്പോൾ തന്നെ വണ്ടിയുടെ ഒരു സ്വഭാവം മൊത്തം മാറി. നമ്മൾ ആഡ് ബ്ലൂ പോലുള്ള ഫില്ലിംഗ് ഒക്കെ വന്നു. അത് ഡീസൽ മാത്രം അടിച്ചാൽ പോരാ, അതിന്റെ കൂടെ നമുക്ക് ആഡ് ബ്ലൂ കൂടെ അടിക്കണം. അതൊരു എക്സ്ട്രാ ചെലവും എക്സ്ട്രാ ഹെഡേക്കുമാണ്. അപ്പോൾ പെട്രോൾ വണ്ടികൾക്ക് ആളുകൾ മാറാൻ കാരണം അതാ. പെട്രോൾ ആകുമ്പോൾ ഫില്ല് ഷർട്ടിൽ ഫോർഗറ്റ് ഇട്ട് ഹീറോ ഹോണ്ട CD100 പരസ്യം പറഞ്ഞ പോലെ മൈലേജ് ഇല്ലെങ്കിൽ അത്രേ ഉള്ളൂ. E20 വേറൊരു വിഷയമാണ്, അതിവിടെ ഉണ്ട്. അപ്പോഴും എനിക്ക് തോന്നുന്നു വാങ്ങാനായിട്ട് ഇപ്പോൾ ഓട്ടം വളരെ കുറവാണ്. വലിയ ഓട്ടങ്ങൾ ഇല്ലെങ്കിൽ പെട്രോൾ തന്നെയാണ് ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ്. അബൌട്ട് CNG നെ കുറിച്ചിട്ടാണ്. CNG നല്ലതാണ്. CNG നല്ലതെന്ന് പറയുമ്പോൾ ഓട്ടം ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക്കോ CNG വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. അത് ഇലക്ട്രിക്കിന്റെ അതിന് പവർ ഒന്നും കിട്ടില്ലെങ്കിലും ഡെയിലി യൂസിനൊക്കെ CNG കുഴപ്പമൊന്നുമില്ലാത്ത സംഭവം. ലോങ് റൈഡ്സിനെ ആവുമ്പോഴത്തേക്ക് ലോങ് റൈഡ്സിന് കുഴപ്പമില്ല, പക്ഷേ ഇപ്പോഴും റേഞ്ച് കുറവാണ് CNGക്ക്. 10 കിലോ ടാങ്കുകളാണെന്ന് തോന്നുന്നു ഇപ്പോഴും വണ്ടികൾക്കുള്ളത്. അത് ഒരുപാട് ദൂരം കവർ ചെയ്യാൻ പറ്റില്ല. മൂന്നാർക്ക് പോകുമ്പോൾ അവിടെ ഡിപ്പെൻഡൻസി പറഞ്ഞിട്ടു, അതായത് ടാക്സിക്കാർ പറയുന്നതാണ്, നമ്മളെന്നും ക്യാബിൽ പോകുന്നതാണല്ലോ, അവർ അങ്ങോട്ട് പെട്രോളിൽ പോയിട്ട് അല്ല, അങ്ങോട്ട് CNG പോയിട്ട് തിരിച്ച് പെട്രോൾ വരണം എന്നൊക്കെ പറയാം. CNG അത്ര ഒരുപാട് സ്ഥലത്ത് അവൈലബിൾ ആയിട്ടില്ല തോന്നുന്നു. CNG പമ്പുകൾ അവൈലബിൾ ആയിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കാസിനെ കുറിച്ചൊക്കെ പറഞ്ഞ കുറച്ച് റീസൺ നാളുകളായിട്ട് പല കാസും ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കത്തുന്നു, ഇങ്ങനത്തെ കുറെ ന്യൂസസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും എന്താണ് അതിന്റെ പിന്നില്? മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ചില കാറുകൾ കത്തുന്നത്, ഒരു വണ്ടി തുളയ്ക്കുന്ന ഒരു ന്യൂസ് കൊണ്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ E20 വന്നപ്പോൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ലീക്കായിട്ട് പെട്രോൾ തീപിടിച്ച് കത്തിയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നത് എനിക്ക് അറിഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ പറയുന്ന കാര്യമാണ്. പിന്നെ കൂടുതൽ കത്തുന്ന വണ്ടികൾ എന്ന് പറയുന്നത് റെനോ ഡസ്റ്റർ പോലുള്ള വണ്ടികൾ കത്തുന്നുണ്ട്. അത് മിക്കവാറും തന്നെ അതിനകത്തെ ഒരു പാഡിങ്ങിലേക്ക് എക്സോസ്റ്റിന്റെ ടച്ച് വന്നിട്ട്, അത് കാലപ്പഴക്കം വരുമ്പോൾ ഇതൊക്കെ ഇളകി വീഴുമല്ലോ, അങ്ങനെ ടച്ച് ചെയ്ത് തീ പിടിക്കുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. അതും പറഞ്ഞ മാതിരി അത്ര വലിയ തെളിവായിട്ട് പറയില്ല, റീൽസ് കേട്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല, നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ തീ പിടിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. പിന്നെ നോക്കാത്ത പ്രശ്നങ്ങൾ, അതുപോലെ എന്താ പറയുക, വണ്ടി മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാത്ത വണ്ടികൾക്ക് പ്രശ്നങ്ങൾ വരാം. അത് ഓയിൽ മര്യാദയ്ക്ക് മാറാതിരിക്കുക, ഓവർ ഹീറ്റ് ആയിട്ട് കത്തിപ്പോവുക, അങ്ങനെ കാര്യങ്ങളൊക്കെ വരാം. പലപ്പോഴും കെയർലെസ്നെസ്സും പ്രോപ്പറായിട്ട് കെയർ ചെയ്യാത്ത കാരണങ്ങൾ കൊണ്ടും കത്തി പോകാറുണ്ട്. അതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കത്തുന്നത് നമ്മുടെ പ്രശ്നമാണോ അതോ കാറിന്റെ പ്രശ്നമാണോ, എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് അത് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്, കാറിന്റെ പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ കൂടി പ്രശ്നമാണെന്നാണ് പറയുന്നത്. കാരണം നമ്മളത് മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ നോക്കി ഓടിക്കുന്ന വണ്ടികൾക്കൊന്നും കുഴപ്പമില്ല. ഇഷ്ടംപോലെ വണ്ടികൾ, എല്ലാ വണ്ടി കത്തുന്നില്ലോ. അപ്പോൾ ആക്സിഡന്റുകളെല്ലാം പറയുന്നത്, ചില വണ്ടികൾ ഈ പറഞ്ഞ മാതിരി ആ ഹാങ് ചെയ്ത് കിടക്കുന്ന ബോണറ്റ് ഇൻസുലേഷൻ കാണാതിരിക്കുക, ബോണറ്റ് പൊക്കി നോക്കിയിട്ട് വർഷങ്ങളായ വണ്ടികളായിരിക്കും മിക്കവാറും. സാധാരണക്കാർ ചെയ്യുന്ന കാര്യമില്ല, സർവീസ് ചെയ്തിട്ടുണ്ടാവില്ല. അത് ടർബോ ഒക്കെ വർക്ക് ചെയ്യുന്ന അതിന് മാത്രം ഹീറ്റിലാണ്, അതിനകത്തേക്ക് പോകുന്നു, തീ പിടിക്കുന്നു. അങ്ങനെ ചെറിയൊരു തീപിടുത്തം മതിയല്ലോ, ഇതെല്ലാം ഇഗ്നൈറ്റ് ചെയ്യുന്ന നിങ്ങൾ കൊണ്ടുനടക്കുന്ന പെട്രോളാണ് നമ്മുടെ സീറ്റിന്റെ അടിയിൽ. ബോംബ് പോലെ അത്രയും ഭീകരമായിട്ടുള്ള ഒരു ലിക്വിഡാണത്, അല്ലെങ്കിൽ ഡീസലാണെങ്കിലും കത്തിപ്പിടിക്കാൻ എളുപ്പമാണ്. അപ്പം സത്യം പറഞ്ഞാൽ ചെറിയൊരു സ്മോക്ക് വരുമ്പോൾ തന്നെ പലർക്കും രക്ഷപ്പെടാൻ പറ്റാണ്ട് കാറിൽ അകപ്പെട്ടു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അൺഫോർച്ചുനേറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൂടെ അതിനകത്തുണ്ട്. ഈ ബേസിക് സേഫ്റ്റി അവയർനെസ് ആർക്കും ഇല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ വിമാനത്തിൽ പോകുന്നു, നിങ്ങൾക്ക് എയർ ഹോസ്റ്റ് പറയും ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ചിലപ്പോൾ വിമാനത്തിന് അപകടം വരാൻ സാധ്യതയില്ല, പക്ഷെ അപ്പോൾ നമ്മളിത് കേട്ട് നിൽക്കും, നമുക്ക് എങ്ങനെ പോകണം, എമർജൻസി എക്സിറ്റ് എവിടെയെന്നൊക്കെ അറിയാൻ പറ്റും. കാർ മേടിക്കുമ്പോൾ നമ്മൾ കാറിന്റെ ഫീച്ചേഴ്സാണ് നോക്കുന്നത്, അല്ലാണ്ട് ഇതിന്റെ സീറ്റ് ബെൽറ്റ് ലോക്കായി പോവുക, അല്ലെങ്കിൽ ഈ സീറ്റ് ബെൽറ്റ് ഒക്കെ പ്രീ ടെൻഷനാണ്, വലിച്ച ടക്കുന്നാവും, മെല്ലെ എടുത്താൽ വരും. ഇതൊക്കെ എത്ര പേർക്ക് അറിയാം? അറിയില്ല. അപ്പൊ അത് വലിച്ച് ആ പാനിക്കായിട്ട് വലിക്കുമ്പോൾ ലോക്ക് ചെയ്തിടും, ഊരാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്കത് അത്രേ അതിനെക്കുറിച്ച്. സ്ലോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മെല്ലെ എടുത്ത് തുറന്ന് പോരാൻ പറ്റും. പിന്നെ ആ സീറ്റ് ബെൽറ്റിന്റെ ബക്കിൾ വെച്ച് ഗ്ലാസ് പൊട്ടിക്കാം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കാണുന്ന റീലുകളും കാണുന്ന വീഡിയോസും ഒക്കെ നമ്മൾ എന്റർടൈൻമെന്റിന് മാത്രമല്ലാണ്ട് ഇൻഫോർടൈൻമെന്റ് പോലെ അല്ലെങ്കിൽ ഇൻഫർമേഷന് കൂടി വേണ്ടി കാണണം എന്നാണ് പറയുന്നത് ഓണേഴ്സിനോട് പറയുന്നത്. പിന്നെ ഓണേഴ്സ് മാനിൽ വായിക്കണം, ഓണേഴ്സ് മാനിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആണല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ ഡ്രൈവിംഗിന്റെ കാര്യം പറയുകയാണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസുള്ള എല്ലാവരും കംപ്ലീറ്റ്ലി അവെയർ ആണെന്ന് പറയാൻ പറ്റുമോ? അത് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നം എന്നല്ല പറയാൻ പറ്റുക. ലൈസൻസ് എന്ന് പറയുന്നത് വണ്ടി ഓടിക്കാനുള്ളതല്ല. പല ആൾക്കാരും വണ്ടിയുടെ ലൈസൻസ് എന്ന് പറയുന്നത്
മൊബൈൽ ഫോണിന്റെ സിം കാർഡ് എടുക്കാനുള്ളതാണ്. എന്നുവെച്ചാൽ വണ്ടി ഓടിക്കാൻ അറിയില്ല, വണ്ടി ഓടിക്കാൻ അറിയില്ല. ടെസ്റ്റ് എങ്ങനെ പാസ്സായി, ലൈസൻസ് കിട്ടി, പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയില്ല. എനിക്ക് തോന്നുന്നു പല ഡ്രൈവിംഗ് സ്കൂളുകളും കോഴ്സ് വരെ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ, പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയില്ലേ, വരൂ ഞങ്ങൾ പഠിപ്പിക്കാം, അങ്ങനെ പറഞ്ഞിട്ട് കോഴ്സ് ഉണ്ട്. അപ്പൊ അത് നമ്മുടെ നാടിന്റെ പ്രശ്നമാണല്ലോ, അതൊരിക്കലും ആളുകളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് എന്താ, ലൈസൻസ് കിട്ടാൻ ടെസ്റ്റ് എടുക്കണം, ഇടണം, വണ്ടി ഓടിച്ച് കാണിക്കണം, ഡൺ, ലൈസൻസ് കിട്ടി. അത്രേ ഉള്ളൂ. അത് ശരി. ഒരുപാട് പേരുണ്ട് അങ്ങനെ, ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും ഓടിക്കാനായിട്ട് പേടിയുള്ള ആളുകളുണ്ട്. അതെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മൾ ഇത് എവിടുന്നാ നമ്മളിതൊക്കെ പഠിക്കേണ്ടത്, ഈ അവയർനെസ് എവിടുന്നാ കിട്ടേണ്ടത്? അത് പഠിക്കുമ്പോൾ നമ്മൾ ചേരാൻ പോകുന്ന ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ, ഏത് ഡ്രൈവിംഗ് സ്കൂളോട്ടെ, നിങ്ങൾ അവിടെ പറയേണ്ടത് എനിക്ക് ലൈസൻസ് വേണമെന്നല്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണം എന്നാണ്. അവിടെയാണ് ആദ്യത്തെ പ്രശ്നം വരുന്നത്. നമ്മൾ പോകുന്നത് എന്തിനാ, എനിക്ക് ലൈസൻസ് എടുക്കണം എന്നുകൊണ്ടാണ്. അത് മാറി എനിക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കണം എന്നാണ് തീർന്ന്, അവിടെ തന്നെ പരിപാടി തീർന്നു. പിന്നെ അവർക്ക് നിങ്ങൾക്ക് ലൈസൻസിന് വേണ്ടി എച്ചിടാനുള്ള ഷോർട്ട് കട്ടുകളോ അതല്ലെങ്കിൽ ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല, റോട്ടിൽ ഓടിക്കാൻ പറ്റണം, ആളുകളെ കണ്ട പേടി വരരുത്, മറ്റു വണ്ടി വരുമ്പോൾ പേടിക്കരുത്, അങ്ങനെ പഠിക്കണം. അങ്ങനെ പഠിപ്പിച്ചതിന് ശേഷം ലൈസൻസ് എടുക്കുന്ന സംഭവമുണ്ട്. ഇപ്പൊ ടെസ്റ്റ് മാറ്റിയിട്ടോ അല്ലെങ്കിൽ കൂടിയ കുറെ ടെസ്റ്റുകൾ വരുത്തിയിട്ടൊന്നും കാര്യമില്ല. എനിക്ക് അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ഷോർട്ട് കട്ടുകളിലൂടെ. ഇപ്പൊ നിങ്ങൾ എന്ത് ടെസ്റ്റ് വെച്ചോ, ആ ടെസ്റ്റ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ അത് ജയിക്കാം. അത് എത്ര വലിയ ഒരു പ്രശ്നമാണെങ്കിലും അത് മാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത്. പല ഡ്രൈവിംഗ് സ്കൂൾസിലും ഈ എച്ച് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ആ ഒരു റൂട്ട് മാത്രമാണ് പഠിപ്പിക്കുന്നത്. അതാ പ്രശ്നം. അത് ഡ്രൈവിംഗ് ആണ് അല്ല പഠിപ്പിക്കുന്നത്, ലൈസൻസ് എടുക്കാനാണ് പഠിപ്പിക്കുന്നത്. അതല്ല വേണ്ടത്. ലൈസൻസ് എടുക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം ഡ്രൈവിംഗ് പഠിപ്പിക്കുക, അത്രേ ഉള്ളൂ. അതാണ് എന്റെ ഏറ്റവും വലിയ ഫിക്സ് എന്ന് പറയുന്നത്. അതെ. അതുപോലെ തന്നെ ഇപ്പം മേ ബി അത്യാവശ്യം നല്ലപോലെ വണ്ടി ഓടിക്കാൻ അറിയാഞ്ഞിട്ടും അറിയുന്ന ആളുകൾ പോലും മേ ബി ലൈസൻസ് എടുക്കാതെ വെയിറ്റ് ഇരിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകളെ നമ്മൾ കാണാറുണ്ടല്ലോ ലൈസൻസ്. അത് അവരുടെ കണ്ണന്തിരിവ് എന്ന് പറയുന്നത്. കാരണം അത് അപകടം അറിയാനായിട്ടാണ്. കാരണം ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അകത്ത് പോകുന്നുള്ള ഒന്നാമത്തെ കാര്യം, ഇൻഷുറൻസിന്റെ ഒരു കവറേജ് കിട്ടില്ല രണ്ടാമത്തെ കാര്യം, വീട് വരെ വിറ്റിട്ട് കടം വീട്ടേണ്ടി വരും. അതാണ് അതിന്റെ അവസ്ഥ. അതറിയാത്ത അറിവില്ലായ്മയും ഈ കണ്ണന്തിരിവും കൊണ്ടാണത് അങ്ങനെ എടുക്കാത്തത്. ഈ കണ്ണന്തിരിവുള്ള ഒരുപാട് പേരുണ്ടല്ലോ. ഉറപ്പായിട്ടും. അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു കാറ് അല്ലെങ്കിൽ ഒരു കാറ്, അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് മസ്റ്റ് ഹാവ് ആണോ അതോ ഒരു ലക്ഷറി ആണോ, അതിനെ എങ്ങനെ പറയാൻ പറ്റും? ഇതൊരു നല്ല ക്വസ്റ്റൻ ആണ്, എനിക്ക് ഉത്തരം തരാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്വസ്റ്റൻ ആണ്. കാരണം കാർ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാൻ വേണ്ടി മേടിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ കാറുകൾ എന്ന് പറയുന്നത് സ്റ്റാറ്റസിനും അല്ലെങ്കിൽ എന്താ പറയുക കാണിക്കാനും വേണ്ടി കാണിക്കുന്ന വണ്ടികളാണ്. അപ്പോൾ ഒട്ടും ഓട്ടമില്ലാത്ത ആളുകൾ വണ്ടി വാങ്ങി വീട്ടിലിടും, അല്ലേ? അപ്പോൾ എനിക്ക് ഞാൻ വിചാരിക്കുന്നത് വണ്ടി വാങ്ങിയാൽ ഓടിക്കണം എന്നാണ്. വണ്ടി വാങ്ങിയാൽ ഓടിക്കണം, ആ വണ്ടിനെ യൂസ് ചെയ്യണം. അത് എന്തിനാണ് മീൻ ടു ബി, അത് അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് എപ്പോഴും വണ്ടികളുള്ള ആളുകളോട് പറയാനുള്ളത്, വണ്ടി ഓടിക്കൂ, അതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എടുത്ത് ഓടിച്ച് അത് മനസ്സിലാക്കി അതിന്റെ കൂടെ ചെയ്ത് നമ്മളൊരു വണ്ടി മേടിച്ച്, റോഡ്സ് റോയ്സ് ആവട്ടെ അല്ലെങ്കിൽ ഏത് വണ്ടി ആവട്ടെ, അതിനകത്ത് അൾട്രാ കംഫർട്ടാണ്, അല്ലെങ്കിൽ അതിനകത്ത് ഓടിക്കാൻ ഭയങ്കര സുഖമാണ്. പക്ഷെ അത് പോർച്ചിലിട്ട് കാര്യമില്ല, അതിനകത്ത് കയറി ഇരുന്ന് ലോങ് യാത്ര ചെയ്ത് അതിന്റെ ഒരു ഫീൽ കിട്ടണ്ടേ, അതല്ലേ എന്റെ ആവശ്യം. അതെ. ഈ പ്രീമിയം കാർസ് എല്ലാം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡ്സ് ആണോ നമ്മളത്? അതും ഒരു മിസ്കൺസെപ്ഷൻ ആണ്. നമുക്ക് റോഡ് അത്ര വലിയ ഭീകരമായിട്ട് വേണമെന്നൊന്നുമില്ല വണ്ടി ഓടിക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ വണ്ടി എടുക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ പറയുന്ന വണ്ടി ഇപ്പോൾ ലാംബോർഗിനി ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു വലിയ വണ്ടിയാണെങ്കിലും ഇപ്പൊ നമ്മൾ ടോപ്പ് സ്പീഡിൽ ഓടിച്ചു പോവല്ല. നമ്മളത് ആ വണ്ടി ഓടിക്കാൻ പറ്റിയ സ്പീഡിൽ വേഗം ഓടിച്ചെത്തി 0 ടൈമിംഗ് എന്ന് പറയില്ലേ, നമ്മൾ 100ലേക്ക് പെട്ടെന്ന് എത്തുന്നു, ആ സ്പീഡിൽ കീപ്പ് ചെയ്ത് ഓടിച്ചു പോകുന്നു. അങ്ങനെ ഒരു ഫണ്ണുണ്ട് അതിനകത്ത്. റോഡ് മാറ്റർ അല്ല, സീരിയസ്ലി അല്ല. ഉള്ള ഏത് റോഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റും, ഏത് കാറാണെങ്കിലും ഓടിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രശ്നമില്ല. അതെ. ഇപ്പൊ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ ഒരു പുതിയതായിട്ട് ഒരു കാറ് വാങ്ങാനായിട്ട് ഇരിക്കുന്ന ഒരാളാണ്, ഇതുവരെ ഒരു കാറ് എടുത്ത് പരിചയമേ ഇല്ല, പുതിയതായിട്ട് വാങ്ങാൻ പോവാണ്, ഒരു ബിലോ 30 years ഉള്ള ഒരാളാണ്. എന്ത് ആയിരിക്കും അയാൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഉപദേശം എന്തായിരിക്കും എടുക്കുന്നതിന് മുമ്പ്, ഒരു അഡ്വൈസ്? ഞാൻ അടക്കമുള്ള എല്ലാ യൂട്യൂബേഴ്സും വ്ളോഗേഴ്സിനെയും ഇഗ്നോർ ചെയ്യുക ഫസ്റ്റ്. ഓക്കെ, നിങ്ങൾ ഇൻഫർമേഷന് വേണ്ടി വീഡിയോ കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ല. സ്വന്തമായിട്ട് ഓടിച്ച് നോക്കി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് തീരുമാനിക്കുക. അതായത് ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ വണ്ടി ആദ്യമായിട്ട് ഓടിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ള വണ്ടികളും അല്ലെങ്കിൽ 3-4 വണ്ടികളൊക്കെ ഓടിച്ചൊരു എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഒരു അവസരമാണ് ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറയുന്ന കാരണം എന്ന് പറയുമ്പോൾ വണ്ടി മേടിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് അത്രയും വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ തോരേണ്ടതുക, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുക. ആ സമയത്ത് എല്ലാ വണ്ടി ഓടിക്കുക, എന്നിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് അറിയാനും മേ ബി നെഗറ്റീവും പോസിറ്റീവ്സ് അറിയാനൊക്കെ വേണ്ടിയിട്ട് വീഡിയോസ് കാണുക, എന്നിട്ട് തീരുമാനിക്കുക. അതുകൊണ്ട് ആരും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാതിരിക്കുക. കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ശരിയായിക്കൊള്ളുന്നില്ല, എല്ലാവരും പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ശരിയായിക്കൊള്ളുന്നില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. എനിക്കും കുറേ കാര്യങ്ങളൊക്കെ പുതിയ കുറേ നല്ല ഓൾമോസ്റ്റ് എല്ലാം നല്ല പുതിയ നോളജുകളായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.